എല്ലാവരെയും കൊണ്ട് നീ ജയിപ്പിക്കുക. അതൊരു നല്ല നടപടിയല്ലല്ലോ. നമ്മൾ പ്രസംഗിക്കുന്നത് സ്നേഹം. എന്താണ് സ്നേഹം? അഗാപ്പേ. അയലത്തുകാരനോട് മിണ്ടിയിട്ട് 5 വർഷമായി. അയലത്തുകാരനോട് മിണ്ടിയിട്ട് 5 വർഷമായി. സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കുന്നതിന് നീ പറയുന്നത് പോലെ നീ ജീവിക്കണ്ടേ? നിന്റെ പ്രസംഗ വിഷയം അഗാപ്പേ, സ്നേഹം, ദൈവസ്നേഹം. തൊട്ട് ചേർന്ന് താമസിക്കുന്നതിന് മിണ്ടിയിട്ട് എത്ര വർഷമായി? അവനും ഭയങ്കര പ്രസംഗമാ, കൺവെൻഷനും ഒക്കെ നല്ല തകർത്ത് പ്രസംഗിക്കുക. പാട്ടിതാ, സ്നേഹത്തിനാഴവും നീളമതിൻ. അതിന് വായിക്കുമൊന്നും വേണ്ട. പേരെന്തുവാ അമ്മാമ്മയുടെ? മേഴ്സി. ഭിക്ഷക്കാർക്ക് പോലും 1 രൂപ കൊടുക്കുകയല്ല. പേരെന്തുവാ? മേഴ്സി. ചൊവ്വായിട്ട് നടക്കണം. ലേഖനങ്ങളെ ഉപദേശപരമായിട്ടൊക്കെ പഠിക്കുമ്പോൾ റോമാലേഖനം വിശ്വാസത്താലുള്ള നീതീകരണമാണ്. കൊരിന്ത് ലേഖനം പഠിക്കുമ്പോൾ നീതീകരിക്കപ്പെട്ട വിശുദ്ധന്മാരുടെ വിശുദ്ധീകരണം, അതാണ് കൊരിന്ത് ലേഖനം. നീതീകരിക്കപ്പെട്ടവർ വിശുദ്ധീകരണത്തോടെ ജീവിക്കണം എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടേച്ച് അതിലേതിലെല്ലാം നടക്കരുതെന്ന്, വായി നോക്കി നടക്കരുതെന്നായി പറഞ്ഞത്. നമ്മളൊക്കെ രക്ഷിക്കപ്പെട്ടതാണെന്നോ? അതെ. പിന്നെ ബെഞ്ചിൽ നിന്ന് വീടി വലിക്കുന്ന പെട്ടുപോയെന്നേ ഉള്ളൂ. തോന്നിയതുപോലെ നടക്കരുതെന്നായി പറഞ്ഞത്. കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് ഒരു പദം പറയുന്നുണ്ട്, പകൽ എന്ന പോലെ മര്യാദയ്ക്ക് നടക്കണമെന്ന്. പകൽ എന്ന പോലെ അത് 13:13 തോന്നുന്നു. ഒന്ന് വായിച്ചേ. 13:13. പകൽ സമയത്തെന്ന പോലെ നാം മര്യാദയെ നടക്കാം. പകൽ സമയത്തെന്ന പോലെ നാം മര്യാദയെ നടക്കാം. നാം മൈക്ക് കൊണ്ടൊന്ന് വായിച്ചോ. മൈക്ക് കൂടെ നന്നായിട്ടൊന്ന് വായിച്ചോ. പകൽ സമയത്തെന്ന പോലെ നാം മര്യാദയെ നടക്കാം. പകൽ സമയത്ത് എന്നതുപോലെ നാം മര്യാദയെ നടക്കാം. മര്യാദയ്ക്ക് നടക്കണം. അതാ, മര്യാദയ്ക്ക് നടക്കണം. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ മര്യാദയ്ക്ക് നടക്കണം. അതാണ് വിശുദ്ധീകരണത്തോടെ നടക്കണം. കൊരിന്ത്യ ലേഖനം അങ്ങനെ പഠിപ്പിക്കുന്നത്. അപ്പോൾ റോമാലേഖനം വിശ്വാസത്താലുള്ള നീതീകരണമാണ്. കൊരിന്ത് ലേഖനം നീതീകരിക്കപ്പെട്ട വിശുദ്ധന്മാരുടെ വിശുദ്ധീകരണം, അതാണ് കൊരിന്ത്യ ലേഖനം. ഗലാത്യ ലേഖനം പഠിക്കുമ്പോൾ അങ്ങനെ വിശുദ്ധീകരിക്കപ്പെട്ട വിശുദ്ധന്മാരുടെ സ്വാതന്ത്ര്യത്തെ കാണിക്കുന്നതാണ് ഗലാത്യ ലേഖനം. നമ്മൾ ഇന്ന് രാത്രി ഗലാത്യ ലേഖനത്തിൽ നിന്ന് വായിച്ചത്. ദൈവത്തിന് സ്തോത്രം. സ്വാതന്ത്ര്യം 5:1 വായിച്ചോ. ഗലാത്യ ലേഖനം 5:1. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ. അടിമനുഖത്തിൽ പിന്നെയും ചെന്ന് കുടുങ്ങിപ്പോകരുത്. അപ്പം ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യത്തോടെ ജീവിക്കണം. അതാ ഗലാത്യ ലേഖനം. എഫേസ്യ ലേഖനം പഠിക്കുമ്പോൾ അങ്ങനെ സ്വാതന്ത്ര്യം പ്രാപിച്ച ദൈവമക്കളുടെ സ്ഥാനത്തെ കാണിക്കുന്നതാണ്. സ്ഥാനം 1:1 വായിച്ചേ. എഫേസ്യർ 1:1. ദൈവേഷ്ടത്താൽ ക്രിസ്തുയേശുവിന്റെ അപ്പോസ്തലനായ പൗലോസ് എഫെസോസിലുള്ള വിശുദ്ധന്മാരും ക്രിസ്തുയേശുവിൽ വിശ്വാസികളുമായവർക്ക് എഴുതുന്നത്, നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിങ്കിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന. അപ്പോൾ 2:7 ചേർത്ത് പഠിക്കുമ്പോൾ ഇങ്ങനെ സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താൽ നമ്മെ നിറച്ചിരിക്കുക, അനുഗ്രഹിക്കുക. നിങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുവന്ന് ഇരുത്തി എന്ന 2:7 ഒന്ന് വായിച്ചു. ക്രിസ്തുയേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ചു സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. സ്വർഗത്തിൽ ഇരുത്തി. നമ്മുടെ സ്ഥാനം അതാ. ഇരിപ്പൊന്നും കണ്ടാൽ തോന്നുകയല്ല, പിടികുടിക്കാതിരിക്കും പോലെ. എന്നാലും ഇവിടെ വന്നിരിക്കുന്നല്ലോ, വലിയ കാര്യം. പക്ഷെ ആത്മീകമായി പഠിക്കുമ്പോൾ സ്വർഗത്തിൽ കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുക. കാടിക്കുഴി ഇരിക്കുന്നത് പോലെ ആയിരിക്കുന്നത്. ദൈവമേ, ഇതുപോലൊരു ചതിവ്. അപ്പോൾ വചനം പഠിപ്പിക്കുന്നത് സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുക. ചില കൺവെൻഷൻ വേദികളിൽ ചെന്നാൽ പാസ്റ്റർമാരിരിക്കുന്നതും വലിയ നരകക്കുഴി ഇരിക്കുന്നത് പോലെ വളരെ നിരാശാഭരിതരായിട്ട്. എന്നാൽ വയ്യാവേലിയൊക്കെ കയറി ഇരിക്കാതിരിക്കണ്ടേ? അതെ, വെറുതെ കയറി ഇങ്ങനെ കമ്പിയെ മുണ്ടിയിരിക്കും പോലെ നിരന്നങ്ങിരിക്കുക. ഒന്നിൻ്റെ ചൈതന്യവും ഇല്ല, സന്തോഷവും ഇല്ല.
എന്തായാലും സ്വർഗത്തിൽ കൊണ്ടുവന്ന് ഇരുത്തി. അപ്പോൾ ഗലാത്യ ലേഖനം, റോമാലേഖനം വിശ്വാസത്താൽ നീതീകരണം, കൊരിന്ത് ലേഖനം ആമേൻ വിശുദ്ധീകരണം, ഗലാത്യ ലേഖനം ആമേൻ സ്വാതന്ത്ര്യം, എഫേസ്യ ലേഖനം സ്ഥാനമാനത്തെ കാണിക്കുന്നു. പിന്നെ അടുത്ത ലേഖനം ഏതാ മോളെ? നോക്കാതെ പറയാം. എഫേസ്യ ലേഖനം കഴിഞ്ഞ് ഫിലിപ്പിയ ലേഖനം സന്തോഷമാണ്. 4:4 വായിച്ചു. 4:4 കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ. സന്തോഷിപ്പിൻ. സന്തോഷിപ്പിൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. കാരണം സന്തോഷിക്കുകയല്ല, അതുകൊണ്ടാണ് പിന്നെയും പിന്നെയും പറയിപ്പിക്കുന്നത്. പിന്നെയും പറയിപ്പിക്കരുത്. അപ്പോൾ കർത്താവിൽ എപ്പോഴും സന്തോഷിക്കണം. അതാണ് ഫിലിപ്പിയ ലേഖനം. ദൈവത്തിന് മഹത്വം. കൊലോസ്യ ലേഖനത്തിലെ വിഷയം നമുക്ക് അവകാശമാണ്. നമുക്കൊരു അവകാശം തന്നിട്ടുണ്ട്. ദൈവത്തിന് മഹത്വം. 1:12 ഒന്ന് വായിച്ച്. 1:12 വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി വെളിച്ചത്തിലുള്ള അവകാശം. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ കൊലോസ്യ ലേഖനം നമുക്ക് അവകാശങ്ങൾ തന്നിരിക്കുന്നതാണ്. കൊലോസ്യ ലേഖനം കഴിഞ്ഞത് ലേഖനാ മോളെ? അതിനകത്ത് കൊള്ളുകയല്ലേ ലേഖനം? ഉറക്കെ പറ. തെസ്സലോനിക്ക ലേഖനമാ. തെസ്സലോനിക്ക ലേഖനം നമ്മുടെ ഭാവി പ്രത്യാശയ. അതാണ് 4:16 വായിച്ചു. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 4:16 പ്രത്യാശയ. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന ഈ വാക്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയത് നമുക്ക് പ്രത്യാശ തരുന്ന ലേഖനമാണ്. തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം ദൈവമക്കൾക്ക് പ്രത്യാശയുള്ളത് ദൈവമക്കൾക്കേ ഉള്ളെന്ന്. എല്ലാവരുടെയും പെന്തിക്കോസുകാരുടെ കാര്യമല്ല പറഞ്ഞ്, ദൈവമക്കളുടെ കാര്യമാണ് പറഞ്ഞ്. പെന്തിക്കോസുകാർക്ക് പ്രത്യാശ ഉണ്ടെന്നൊന്നും ഞാൻ പറയത്തില്ല. മിക്കതും പരുവക്കേടി ഇരിക്കുക, ഒരു പ്രത്യാശയില്ല. നമ്മൾ ചോദിക്കുക എന്തുകൊണ്ട് ചോദിച്ചാൽ ഇങ്ങനെ പോകുന്നു. നിന്റെ പേര് പെന്തിക്കോസ് എന്നല്ല. പണ്ട് ML ജോർജ് കുട്ടിയുടെ അപ്പം പറയുക പെന്തിക്കോസല്ലടാ ഉന്തിക്കോസാന്ന് പറഞ്ഞു. കാരണം ഉന്തിക്കോ ഉണ്ടായിക്കൊണ്ടുവരുന്നത്. ഉന്തിക്കോസിന്റെ കാര്യമല്ല പറഞ്ഞ്, പെന്തിക്കോസിന്റെ കാര്യമാണ് പറഞ്ഞ്. അത് പ്രത്യാശ ദൈവമക്കൾക്കേ ഉള്ളൂ. അതെന്താ നമ്മുടെ പ്രത്യാശ? മൺമറഞ്ഞ വിശുദ്ധന്മാർ കാഹളം ധ്വനിക്കുമ്പോൾ ഉയർത്തു വരും. ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാർക്ക് രൂപാന്തരം ഉണ്ടാകും. ഇതല്ലേ വലിയ പ്രത്യാശ. സ്തോത്രം. മണ്ണിൽ മൗനമുറങ്ങും തന്റെ വിശുദ്ധർ എല്ലാം അതാ നല്ലത്. മണ്ണിൽ മൗനമുറങ്ങും തന്റെ വിശുദ്ധർ എല്ലാ നിമിഷം. മണ്ണിൽ മൗനമുറങ്ങും തന്റെ വിശുദ്ധർ എല്ലാ നിമിഷം. കാകള ധ്വനിയിങ്കൽ ഉയർത്തിടും തിരുമുഖം കാൺമാൻ. ഉയർത്തിടും തിരുമുഖം കാൺമാൻ. വരനേ നിന്നെ കാൺമാൻ എനിക്കധികം കൊതിയുണ്ട്. നിന്നെ കാൺമാൻ എനിക്കധികം കൊതിയുണ്ട്. വരനേ നിൻമുഖം, വരനേ നിൻമുഖം, വരനേ നിൻമുഖം, വരനേ നിൻമുഖം. കണ്ടു കൊതി തീരാനുണ്ടെനിക്കാശ, കണ്ടു കൊതി തീരാനുണ്ടെനിക്കാശ. ശുദ്ധരെല്ലാം ഗീതം പാടും തന്റെ വരവിൽ. ശുദ്ധരെല്ലാം ഗീതം പാടും തന്റെ വരവിൽ. ആർത്തും ഘോഷിച്ചോ, ആർത്തും ഘോഷിച്ചോ, ആർത്തും ഘോഷിച്ചോ, ആർത്തും ഘോഷിച്ചോ. ആനന്ദ വല്ലഭനെ എതിരേൽപ്പാൻ, ആനന്ദ വല്ലഭനെ എതിരേൽപ്പാൻ, ആനന്ദ വല്ലഭനെ എതിരേൽപ്പാൻ, ആനന്ദ വല്ലഭനെ എതിരേൽപ്പാൻ. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. അപ്പോൾ തെസ്സലോനിക്ക ലേഖനം ദൈവമക്കളുടെ പ്രത്യാശ. ഈ ലോകത്തിൽ പ്രത്യാശയുള്ള ഒരു ഇനം ദൈവമക്കളാണ്.
കാരണം മരിച്ചു പോകുന്നയാള് കാഹളം ധ്വനിക്കുമ്പോൾ പുത്തൻ ശരീരത്തോടെ, അല്ലാതെ കുറച്ചുകൊണ്ട് വാതൊക്കെ വന്നിരിക്കല് പോ ജോടി അപ്പച്ചനാന്നാ തോന്നുന്നത്. മിണ്ടുന്നില്ല. അപ്പച്ചൻ തന്നെ മോന്ത കണ്ടിട്ട് അപ്പച്ചൻ്റെ എടപ്പോട്ടാ. അപ്പച്ചൻ പട്ടിയായിട്ടും വരത്തില്ല, കോഴിയായിട്ടും വരികയില്ല, കുറുക്കനായിട്ടൊന്നും അപ്പച്ചൻ പണ്ട് കുറുക്കനായിരുന്നായിരിക്കാം. പക്ഷേ മാനസാന്തരപ്പെട്ട് കഴിഞ്ഞപ്പം എല്ലാം മാറി. അപ്പച്ചൻ കർത്താവിന് നിദ്ര പ്രാപിച്ചെങ്കിൽ നല്ല പുത്തൻ ശരീരത്തോടെ തന്നെ വരുന്നത്. അല്ലാതെ വാലുവാട്ടി വന്ന് തങ്കമ്മേ കഥ തുറക്കടിയെന്നും പറഞ്ഞ് അപ്പച്ചൻ വന്ന് വാതുക്കലൊന്നും ഊളത്തരവൊക്കെ ഇനിയെല്ലാം നിർത്താൻ. ഇതാണ് നമ്മുടെ പ്രത്യാശ. ഈ ദുർഗന്ധമുണ്ടാക്കുന്ന ശരീരം അങ്ങ് മാറി ഒരു പുത്തൻ ശരീരം നമുക്ക് ലഭിക്കുമെന്ന്. അതുകൊണ്ട് നേരത്തെ ആരെങ്കിലും മരിക്കുകയാണെങ്കിൽ കർത്താവിൽ മരിച്ചാൽ നിരാശപ്പെടണ്ട. ദുഃഖം കാണും, പെട്ടെന്ന് വേർപാട് നടക്കുമ്പോൾ ദുഃഖം ഉണ്ടല്ലോ, പക്ഷെ നിരാശപ്പെടണ്ട. സ്തോത്രം. ഉയർത്തു വരും. നമ്മൾ ഒരു പാട്ട് പാടാറുണ്ട് ഇങ്ങനെ, മുൻപേ പോയിടും നോർ ഭാഗ്യമുള്ളവർ, മുൻപേ പോയിടും നോർ ഭാഗ്യമുള്ളവർ, മണ്ണിലുള്ള കഷ്ടതകൾ നീങ്ങി സ്വസ്ഥരായവർ, മണ്ണിൽ ഉള്ള കഷ്ടതകൾ നീങ്ങി സ്വസ്ഥരായവർ. അപ്പൊ ശ്രദ്ധിക്കുക, നമ്മുടെ പ്രത്യാശ അതാ. യേശു വീണ്ടും വരും, കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായിട്ട് ഉയർക്കും, ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാർക്ക് രൂപാന്തരമുണ്ടാകും. രണ്ടു കൂട്ടരും കൂടെ ഒന്നിച്ച് കർത്താവിനെ എതിര് കേൾക്കും. അടുത്ത പദം അതിലും പ്രത്യാശ. ഇങ്ങനെ എപ്പോഴും. സ്തോത്രം. അപ്പോൾ തെസ്സലോനിക്ക ലേഖനം നമ്മൾക്ക് പ്രത്യാശ തരുന്ന ലേഖനമാണ്. തീമോഥെയോസിന്റെ ലേഖനവും തീത്തോസിന്റെ ലേഖനവും പ്രമാണങ്ങളാ. പ്രമാണം വിശേഷിച്ച് സഭയിൽ എങ്ങനെ നടക്കണം. ഞാൻ വേഗത്തിൽ നിന്റെ അടുക്ക വരുവാൻ ആശിക്കുന്നു. താമസിച്ചു പോയാലോ സത്യത്തിന്റെ തൂണും, അടിസ്ഥാന വാക്യം ഒന്ന് വായിച്ചാട്ടെ. പൗലോസ് പറഞ്ഞ വാക്യം, ഞാൻ വേഗത്തിൽ നിന്റെ അടുക്ക വരുവാൻ ആശിക്കുന്നു, താമസിച്ചു പോയാലോ സത്യത്തിന്റെ തൂണും അടിസ്ഥാനമുള്ളതായി ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന തീമോഥെയോസിന്റെ 1-ാം ലേഖനം 3-ന്റെ വരുമെന്ന് ആശിക്കുന്നു, താമസിച്ചു പോയാലോ സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദൈവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന്. സഭയ്ക്കകത്ത് എങ്ങനെ നടക്കണം? തോന്നുമ്പം വരികയും തോന്നുമ്പം പോവുകയും ഇഷ്ടമുള്ളത് പോലെ ഇരിക്കുകയൊന്നും അല്ല. ഇതിന് പ്രമാണമുണ്ട്. ഒത്താലായി ഒത്തില്ലേലായി. ഇഷ്ടമുള്ളപ്പം വരിക, ഇഷ്ടമുള്ളപ്പോൾ ഇറങ്ങിപ്പോവുക, സഭയ്ക്കകത്തിരുന്നുകൊണ്ട് മൊബൈലിൽ ഫോൺ ചെയ്യുക, സഭയ്ക്കകത്തിരുന്ന് ബിസിനസ് നടത്തുക, ആരാധനയ്ക്ക് കൊച്ചുങ്ങളെ കളിപ്പിക്കുക, കൊച്ചുങ്ങൾക്ക് ബിസ്ക്കറ്റ് കൊടുക്കുക, കുറച്ച് തള്ളയും തിന്നുക. തമാശ പറഞ്ഞതല്ല. ദിവസം പ്രസംഗിക്കുമ്പോൾ ഇരുന്ന് ഉറങ്ങുക, വായിക്കോട്ടെ വിടുക. അതുപോലെ ക്ഷീണവും ഷുഗറും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കറിയാം. പക്ഷെ അന്നേരം മാത്രമുള്ള എല്ലാവർക്കും ക്ഷീണം. ആഹാരത്തിനിരിക്കുമ്പം ഒരു ക്ഷീണവുമില്ല. ചോദിച്ചാൽ മേടിക്കുന്ന ഒലത്തിയത്, ചാറ്, അച്ചാറ്, പപ്പടം, ഒരു ക്ഷീണവും ഇല്ലല്ലോ. അല്ല, ആത്മീക ഭോജനം തരുമ്പോൾ ഇതുപോലെ വേണ്ടേ? ഭൗതിക ഭക്ഷണം കിട്ടാൻ അതുപോലെ അത് തെറ്റല്ല, ശരീരത്തിന് വേണമല്ലോ. പക്ഷെ ആത്മീക ഭോജനം തരുമ്പോഴും വേണ്ടേ ഇങ്ങനെ? ആട്ടെ, വിവരിക്കുന്നില്ല. അപ്പോൾ ദൈവാലയത്തിൽ നടക്കേണ്ട വിധമുണ്ട്. തോന്നിയതുപോലെ വരിക, തോന്നുന്നത് പോലെ നടക്കുക, ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടുക എന്ന് പറഞ്ഞാൽ അയോഗ്യമായിട്ട് വസ്ത്രം ധരിച്ചു വരിക. ഇപ്പൊ ഇതൊന്നും പറയാനും ഒക്കത്തില്ല. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടത് ആ തോന്നുമ്പോൾ കർത്തൃമേശ എടുക്കുക, ഇല്ലെങ്കിൽ എടുക്കാതിരിക്കുക. എടാ, നീ കുറെ നേരമായി അവിടെ അടങ്ങിയിരുന്നേ, അവിടെ ഇരുന്നാടാ. അവിടെ ഇരുന്നോണെ, നീ ഇങ്ങോട്ട് വന്നേക്കരുത്. അവിടെ ഇരുന്നു.
ഇനി ഇങ്ങോട്ട് വരരുത്. ഇവനെ ആരാ ഈ ഓടിച്ചു വിടുന്നേ? അപ്പൊ ശ്രദ്ധിക്കുക, അത് തന്നെയല്ലേ പറഞ്ഞത് ഒന്നുപോലെ നടക്കരുതെന്ന്. എങ്ങനെ നടക്കണം? പോട്ടെ. അപ്പൊ തിമത്തിയോസിന്റെ ലേഖനവും തീത്തോസിന്റെ ലേഖനവും സഭയിൽ എങ്ങനെ നടക്കണം പ്രമാണമാണ്. ഫിലേമോന്റെ ലേഖനം, ആമേൻ സ്തോത്രം, നമുക്കുള്ള വിശേഷതയാണ്. അതിപ്പോ ഇവിടെ സൂചിപ്പിച്ചല്ലോ. ആരാ പ്രാർത്ഥിച്ചപ്പോഴാണോ ഏതോ ഫിലോമോന്റെ കാര്യം ആരാ പറഞ്ഞ മുഖവര പറഞ്ഞപ്പോഴാ ദൈവത്തിന്റെ മകത്. നേരത്തെ പ്രയോജനമൊന്നുമില്ലായിരുന്നു, ഇപ്പം സ്തോത്രം, അങ്ങനെ ആയിരിക്കണം പ്രയോജനം. അതാ ഫിലേമോന്റെ ലേഖനം. എബ്രായ ലേഖനത്തിലേക്ക് വരുമ്പോൾ നമുക്ക് വേണ്ടി ദൈവം കരുതിയ വിധങ്ങളാ ഏറ്റവും നല്ലതൊന്ന് മുൻകരുതി എന്ന 11:40 വായിച്ചേ മോളെ. 11:40 കരുതൽ, ദൈവത്തിന്റെ കരുതലാ. അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്ന് മുൻകരുതിയിരുന്നു. ഏറ്റവും നല്ലത് ഒന്ന് കരുതി വെച്ചിട്ടുണ്ട്. അതാണ് എബ്രായ ലേഖനം. യാക്കോബിന്റെ ലേഖനം പഠിക്കുമ്പോൾ നമ്മുടെ കർത്തവ്യമാണ്. നമുക്ക് കർത്തവ്യമുണ്ട്. വിശ്വാസം മാത്രം വിളിച്ചു കൂവിയാ പോരാ. ഭയങ്കര വിശ്വാസം പ്രസംഗിക്കുക, കൈ അറത്താ ഉപ്പ് തേക്കുകയല്ല. എന്ത് രാത്രി വിടുതൽ, ഈ രാത്രി വിടുതൽ എന്നിങ്ങനെ ഇളകുക. ഇളകിക്കോ, ആരോഗ്യം ആക്കൊണ്ട് ഇളകുകയോ ചാടുകയോ ഒക്കെ ചെയ്തു. ഇവിടുന്ന് വേണം എടുത്ത് ഡൈവ് ചെയ്തു. പക്ഷേ കർത്തവ്യം മറക്കരുതെന്ന്. പ്രവൃത്തിയാലും ക്രിസ്തുവിനെ വെളിപ്പെടുത്തി കൊടുക്കണം. മനസ്സിലായ? അതാ യാക്കോബിന്റെ ലേഖനം. വിശ്വാസം മാത്രം പ്രസംഗിച്ചാൽ പോരാ. എന്താണ് വിശ്വാസം? നാം വിശ്വസിക്കുമ്പോൾ എങ്ങനെ ഇരിക്കണം? എങ്ങനെയും ഇരിക്കും, പക്ഷെ പ്രവൃത്തി വേണം. അതാ യാക്കോബിന്റെ ലേഖനം. പ്രവർത്തിക്കണം. വിവരിക്കുന്നില്ല, വിഷയമല്ലാത്തത് കൊണ്ടാണ് വിവരിക്കാത്ത. തന്നെയല്ല, ഇരിപ്പ് കണ്ടിട്ട് വലിയ വിവരണം തരാനും താല്പര്യം തോന്നുന്നില്ല. ദൈവത്തിന്റെ മഹത്വം. പത്രോസിന്റെ ലേഖനം, ആമേൻ, നാം ദൈവത്തിന്റെ വരവിനായി കാത്തിരിക്കുക. സ്തോത്രം. നമ്മള് 3:13 വായിച്ചേ മോളെ. കാത്തിരിക്കുക, കാത്തിരിക്കുക. രണ്ടാമത്തെ പുസ്തകം 3:13, പത്രോസിന്റെ 2-ാം ലേഖനം. എന്നാൽ നാം അവന്റെ വാഗ്ദത്ത പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നു. അതാ നമ്മൾ കാത്തിരിക്കുക. ഒരു പുതിയ ഭൂമിയും പുതിയ ആകാശവും വരാൻ പോവുക. അതിനായിട്ട് നമ്മൾ കാത്തിരിക്കുക. ഈ ആകാശവും ഭൂമിയും എല്ലാം കുടുംബമുടക്കത്തോടെ ഒഴിഞ്ഞു പോകും. ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും അതിന് നമ്മൾ കാത്തിരിക്കുക. ഈ വിഷാണു കളകന്നു, ഈ വിഷാണു കളകന്നു, വാനം ശുദ്ധം ആയിടും, വാനം ശുദ്ധം ആയിടും. മംഗളം മംഗളമായി നീ വാഴും നമ്മളെല്ലാരും. മംഗളം മംഗളമായി നീ വാഴും നമ്മളെല്ലാരും. മംഗളം. ഹാർമോണിയത്തിന്റെ ശബ്ദം ഒരു പൊടിക്ക് താത്തേച്ച് എൻ്റെ ശബ്ദം കൊള്ളുകയില്ലെങ്കിലും മേളിൽ നിൽക്കണം. നമ്മുടെ പുള്ളി പോയി. എവിടെ പോയി? എവിടെ നിന്നോ പുള്ളി ക്യാഷ് കൊടുക്കലെന്നോ എല്ലാം പറഞ്ഞു. അപ്പൊ ശ്രദ്ധിക്കുക, പത്രോസിന്റെ ലേഖനം നമ്മൾ കാത്തിരിക്കുക, കാത്തിരിക്കുക. അതെ, യോഹന്നാന്റെ ലേഖനം സ്നേഹമാണ്. സ്നേഹം, ഇതിന്റെ എല്ലാ അടിസ്ഥാനം അതാ, സ്നേഹമാണ്. വിവരിക്കുന്നില്ല, വാക്യങ്ങൾ എടുത്ത് പറയേണ്ടതാ, ഒന്നും വിവരിക്കുന്നില്ല. ഇങ്ങനെയൊക്കെ നാം നിന്നാൽ യൂദ പഠിപ്പിക്കുന്ന എന്നാന്നറിയാമോ? വീഴാതെ വണ്ണം നമ്മളെ സൂക്ഷിച്ചോളും. ഈ വിധത്തിൽ നിന്നാൽ, ജീവിച്ചാൽ വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിക്കുന്ന ഒരു നല്ല കർത്താവുണ്ട്.
നാം വീണു പോകുവാൻ, തകർന്നു പോകുവാൻ ദൈവം അനുവദിക്കുകയില്ല. ഇതാണ് ഉപദേശപരമായ നിലയിൽ ലേഖനങ്ങൾ പഠിപ്പിക്കുന്നത്. റോമാലേഖനം നീതീകരണം, കൊരിന്തി ലേഖനം വിശുദ്ധീകരണം, ഗലാത്യ ലേഖനം സ്വാതന്ത്ര്യം, എഫേസ്യ ലേഖനം സ്ഥാനമാനങ്ങൾ, ഫിലിപ്പിയ ലേഖനം സന്തോഷം, കൊലോസി ലേഖനം അവകാശം, തെസ്സലോനിക്ക ലേഖനം പ്രത്യാശ, തിമോത്തിയോസും തീത്തോസും പ്രമാണങ്ങൾ, പിന്നെ ഫിലേമോന്റെ ലേഖനം ഞാനും മറന്നുപോയി. പ്രയോജനപ്പെടണമെന്ന് എനിക്ക് നിനക്കും. എബ്രായ ലേഖനം നമുക്ക് വേണ്ടിയുള്ള കരുതല്, യാക്കോബിന്റെ ലേഖനം പ്രവൃത്തി, അതുപോലെ പത്രോസിന്റെ ലേഖനം കാത്തിരിക്കുന്നു, യോഹന്നാന്റെ ലേഖനം സ്നേഹം, ദൈവസ്നേഹം. ഇങ്ങനെയൊക്കെ നിന്നാൽ യൂദാ പഠിപ്പിക്കുന്നത് വീഴാതെ വണ്ണം നമ്മളെ സൂക്ഷിക്കും. ഒരു നല്ല കർത്താവുണ്ട്. ആട്ടെ, നമ്മൾ എടുത്ത ഭാഗത്തേക്ക് വരാം. അങ്ങനെ അതാണല്ലോ അതിന് ചെയ്യേണ്ടത്. അതുകൊണ്ട് വായിച്ച കുറുവാക്കി വന്ന് വായിച്ചു തരും. മോളെ വായിക്കും. മോളെ എനിക്കോ നമ്മുടെ കർത്താവായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. ഇന്ന് രാത്രി കമ്പിവാചകം പോലെ ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. നമ്മുടെ യോഗം എപ്പോഴാണ് നിർത്തണ്ടേ? കുഴപ്പമില്ലെന്ന അങ്ങനൊരു സമയമുണ്ടോ? വാച്ചിഞ്ഞതാ, വാച്ച് മതി, എനിക്ക് മൊബൈലൊന്നും വേണ്ട. ഇത് കറക്റ്റാണോ മോളെ? ഇതിനകത്തിപ്പം 8:45 9-ന് നിർത്തണോ 9:30 നിർത്തണോ? 9:30 ആയിക്കോട്ടെ. എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ എന്നെ വെച്ച് ഉറങ്ങുകയാണോ? വായിക്കേ. എനിക്കോ അതോ ഒരു വാക്ക് ഒറ്റ പ്രാവശ്യം വായിക്കുള്ളൂ? വായിച്ചേ. എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. ഗലാത്യ ലേഖനം ഞാൻ ഓർപ്പിച്ചല്ലോ, നമുക്കുള്ള സ്വാതന്ത്ര്യമാണ്. പക്ഷെ അത് ദുർവിനിയോഗം ചെയ്യരുത്. ഗലാത്യയിലെ ഒരു സഭയല്ല, ഗലാത്യയിൽ ഏറെ സഭകളുണ്ട്. അവിടെ ഒരു പദമുണ്ട്, ഗലാത്യ സഭകൾക്ക്. അങ്ങനെ എഴുതിയേക്കുന്നത്, ഗലാത്യ സഭകൾക്ക്. 2-ാം വാക്യം വായിച്ച 2-ാം വാക്യം. തമ്മിൽ സകല സഹോദരന്മാരും ഗലാത്യ സഭകൾക്ക് എഴുതുന്നത്. ഗലാത്യ സഭകൾക്ക് എഴുതുന്നത്. അപ്പൊ സഭയെന്നല്ല, സഭകൾക്ക്. ഒന്നിലധികം സഭയുണ്ട് ഗലാത്യയില്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 16-ാം അധ്യായത്തിന്റെ 1-ാം വാക്യവും കൂടെ ഇതിനോട് ചേർത്തൊന്ന് വായിച്ചേ. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 16-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം കൂടെ ചേർത്ത് വായിച്ചു. വിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ള ധർമ്മശേഖരത്തിന്റെ കാര്യത്തിലോ ഞാൻ ഗലാത്യ സഭകളോട്. അപ്പൊ ഒന്നിൽ കൂടുതൽ സഭയുണ്ട് ഗലാത്യയില്. ഗലാത്യ ലേഖനത്തിൽ അത് വിളിച്ചു ഗലാത്യ സഭകൾക്ക്. അപ്പോൾ ഗലാത്യയിൽ 1-ൽ കൂടുതൽ സഭയുണ്ട്. ആ സഭക്കാരോട് പൗലോസ് 1-ാം അധ്യായത്തിൽ പറയുക, സ്തോത്രം, നിങ്ങൾ കൈക്കൊണ്ട സുവിശേഷത്തിന് വിപരീതമായിട്ട് ആരെങ്കിലും നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവന്. 9-ാം വാക്യം 1:9. ഞങ്ങൾ മുൻ പറഞ്ഞതുപോലെ ഞാൻ ഇപ്പോൾ പിന്നെയും പറയുന്നു. എന്താ പറയുന്നത്? വായിക്കൂ. നിങ്ങൾ കൈക്കൊണ്ട സുവിശേഷത്തിന് വിപരീതമായി ആരെങ്കിലും നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. അങ്ങനെയുള്ളവൻ ശപിക്കപ്പെട്ടവനാ. നിങ്ങൾ കൈക്കൊണ്ട സുവിശേഷത്തിന് വിപരീതമായിട്ട്. ആ വിപരീതമായിട്ട് പറയുന്നത് സുവിശേഷമാ. സ്തോത്രം. എല്ലാ വാദാന്നല്ലോ, സുവിശേഷമാണല്ലോ. പക്ഷെ നിങ്ങൾ കൈക്കൊണ്ട സുവിശേഷം ശ്രദ്ധിച്ചോണം. ആ സുവിശേഷം നസറയനാകുന്ന യേശുക്രിസ്തു. ആ സുവിശേഷം, ആമേൻ സ്തോത്രം, സകല മനുഷ്യരും ആമേൻ രക്ഷപ്പെടണം എന്നുള്ള സുവിശേഷം. ആ സുവിശേഷം നിത്യതയിൽ എത്തിക്കുന്ന സുവിശേഷം. എന്നാൽ ഇപ്പൊ കുറെ ആൾക്കാർ സുവിശേഷം നിത്യതയല്ല വിഷയം. ഇവിടെ വീട് വെക്കുക, വണ്ടി മേടിക്കുക, വസ്തു മേടിക്കുക, ബിസിനസ് നടത്തുക, ബിസിനസ് മീറ്റിംഗ് വരെ ഉണ്ട്. എങ്ങനെ നമ്മൾ ഒരുത്തനെ തട്ടിപ്പോ അവന്റെ കയ്യിരിക്കുന്ന കാശ് നമ്മുടെ പോക്കറ്റിൽ എങ്ങനെ വരുത്താം, അതിനുള്ള പ്രതിവിധികൾ. കള്ളത്തുലാസ് യഹോവയ്ക്ക് വെറുപ്പാ, ഒത്ത പടി അവിടത്തേക്ക് പ്രസാദമാ. കൈവെടിപ്പായിരിക്കണം. പാലിനകത്ത് വെള്ളം ചേർക്കരുത്, കറക്കമ്പളി. ഇപ്പൊ പാലിനകത്ത് വെള്ളം ചേർക്കുകയല്ലേ, വെള്ളമായിട്ടാ പോയിരുന്ന്
കറക്കുന്നത്. അപ്പം പിന്നെ ചേർക്കണ്ടല്ലോ. കൈവെടിപ്പായിരിക്കണം. ത്രാസയിലോട്ട് എടുത്തു വെക്കുമ്പോൾ ഒരു ആയമുണ്ട്. അന്നാലും 1 കിലോയാ മേടിച്ച് എടുത്തു വെക്കുമ്പം 1.25 കാണിക്കും. അത് ആക്കം ചെല്ലുന്നത് കൊണ്ടാണ്. അങ്ങനല്ല, അത് തൂങ്ങി ലെവലാകണം. മനസ്സിലാകുന്നില്ല? പഴയ ആൾക്കാർക്ക് പിടി കിട്ടും. ഇങ്ങേ തട്ടയിൽ 1 കിലോയുടെ കട്ടി സാധനം എടുത്തേച്ച് ഇങ്ങേ തട്ടിലോട്ട് ആയത്തിലിടുമ്പം പൊത്തോന്ന് താഴും. ഉടനെ നോക്കുമ്പോൾ ഇങ്ങോട്ട് ചരിഞ്ഞ് നിൽക്കുക. അല്ല, അങ്ങനല്ല. അത് അനക്കം തീർന്ന് ലെവലാണോ എന്ന് നോക്കണം. കള്ള തുലാസ ഗോവയ്ക്ക് വെറുപ്പാ. ഒരു 11 മണിയാകുമ്പം വിളിക്കാൻ പറ. 9:30 എന്ന് പറഞ്ഞെങ്കിലും. അപ്പൊ ശ്രദ്ധിക്കുക, കൈവെടിപ്പായിരിക്കണം. അതാ പറഞ്ഞതിന്റെ അർത്ഥം. ഇപ്പോഴത്തെ പുതിയ സുവിശേഷം നിത്യതയിൽ പോകേണ്ട വിഷയമല്ല. ഉന്നം അതൊന്നും വിഷയമല്ല. ഒരുത്തൻ പറഞ്ഞു പുത്തനറിശൽ പോയി പണി നോക്കാൻ പറയാം. പുത്തനറിശലേ ഒത്തിരി വട്ടന്മാരിറങ്ങിയിട്ടുണ്ട്. ഉണ്ട്. നമ്മൾ കേൾക്കേണ്ട സുവിശേഷം നാം നിത്യതയിലെത്തുന്നതാണ്. അതാണ് പ്രധാനപ്പെട്ട വിഷയം. ആരും നരകക്കുഴി പോകരുത്. ചാകാത്ത പുഴുവും കെടാത്ത തീയുമുള്ള നരകത്തിൽ പോകരുത്. നിത്യതയിലെത്തണം. അതിനൊറ്റ മാർഗമേ ഉള്ളൂ. യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷപ്പെടാൻ, രക്ഷിക്കപ്പെടാൻ ഒറ്റ മാർഗം, ഒറ്റ വഴി, യേശു ക്രിസ്തു മാത്രം. വിവരിക്കുന്നില്ല. ഈ സുവിശേഷത്തിന് വിപരീതമായിട്ട് വായിക്കുമോളെ. ഈ കൊച്ചു വായിക്കാനുള്ളതിന് ഈ സുവിശേഷത്തിന് വിപരീതമായിട്ട് ഒന്നുകൂടെ വായിച്ചേ. അങ്ങനെ ഞാൻ പറഞ്ഞ പോലാണോ? നിങ്ങൾ കൈക്കൊണ്ട സുവിശേഷത്തിന് വിപരീതമായി. അങ്ങനെ വായിക്കുക. ഞാൻ പറഞ്ഞപ്പോൾ അതിനോട് ചേർത്തങ്ങ് പറയുക. അത് ശ്രദ്ധിക്കുന്നൊന്നുമില്ല. ഒന്നുകൂടെ വായിച്ചേ. നിങ്ങൾ കൈക്കൊണ്ട സുവിശേഷത്തിന് വിപരീതമായി സുവിശേഷം അറിയിച്ച അവരും സുവിശേഷമാ പറയുന്നത്. യേശുവിനെയാ പറയുന്നത്. വീട് തരുന്ന യേശു, വണ്ടി തരുന്ന യേശു, വസ്തു തരുന്ന യേശു, എസ്റ്റേറ്റ് തരുന്ന യേശു, അതും സുവിശേഷമാണ്. പക്ഷെ വേറൊരു സുവിശേഷമാണ്. അങ്ങനെയൊക്കെ വന്ന് പറഞ്ഞാൽ അവൻ ശപിക്കപ്പെട്ടവനാ. നിങ്ങളതിന് വഴിപ്പെട്ടു പോകരുതെന്നാ 1-ാം അധ്യായത്തിൽ. 2-ാം അധ്യായത്തിലേക്ക് വന്നപ്പോ പൗലോസ് പറയാ, ഈ സുവിശേഷത്തിന്റെ സത്യം അനുസരിച്ച് ചൊവ്വായിട്ട് നടക്കണമെന്ന്. ചൊവ്വായി നടക്കണമെന്നല്ല, ചൊവ്വായി നടക്കാൻ ആർക്കൊക്കും? ചൊവ്വായില്ലേ? ഇവിടെ തന്നെ നടന്നിട്ട് വീഴുക. പിന്നെ അതിനും ചൊവ്വായി പോയി നടക്കുന്നു. വായിച്ചേ 2-ാം അധ്യായത്തിന്റെ 14-ാം വാക്യമായിര്. അവർ സുവിശേഷത്തിന്റെ സത്യം അനുസരിച്ച് ചൊവ്വായി നടക്കുന്നില്ല എന്ന് കണ്ടിട്ട് ഞാൻ എല്ലാവരും കേൾക്കെ കേഫാവിനോട് പറഞ്ഞത്, യഹൂദനായ നീ യഹൂദ മര്യാദ പ്രകാരമല്ല, ജാതികളുടെ മര്യാദ പ്രകാരം അങ്ങനെ നടക്കരുത്. യഹൂദനാകുന്ന നീയെ യഹൂദ മര്യാദ പ്രകാരമല്ല, ജാതികളുടെ മര്യാദ പ്രകാരം ജീവിക്കുന്നു എങ്കിൽ നീ ജാതികളെ യഹൂദ മര്യാദ അനുസരിപ്പാൻ നിർബന്ധിക്കുന്നത് എന്ത്? നീ ഇതൊന്നും ചെയ്യുന്നില്ല, എല്ലാരെയും കൊണ്ട് നീ ചെയ്യിപ്പിക്കുക. അതൊരു നല്ല നടപടിയല്ലല്ലോ. നമ്മൾ പ്രസംഗിക്കുന്നത് സ്നേഹം. എന്താണ് സ്നേഹം? അഗാപ്പേ. അയലത്തുകാരനോട് മിണ്ടിയിട്ട് 5 വർഷമായി. അയലത്തുകാരനോട് മിണ്ടിയിട്ട് 5 വർഷമായി. സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കുന്നതിനാ 9:30 വരെ പോണോ? നീ പറയുന്നത് പോലെ നീ ജീവിക്കണ്ടേ? നിന്റെ പ്രസംഗ വിഷയം അഗാപ്പേ, സ്നേഹം, ദൈവസ്നേഹം. തൊട്ട് ചേർന്ന് താമസിക്കുന്നവരുടെ മിണ്ടിയിട്ട് എത്ര വർഷമായി? അവനും ഭയങ്കര പ്രസംഗമാ. കൺവെൻഷനും ഒക്കെ നല്ല തകർത്ത് പ്രസംഗിക്കുക. പാട്ടിതാ, സ്നേഹത്തിനാഴവും നീളമതിൻ. അതിന് വായിക്കൊന്നും വേണ്ട.
പുള്ളിയോട് പറഞ്ഞായിരിക്കും പാസ്റ്റ് ഏത് പാടിയാലും വായിച്ചോണമെന്നല്ലയോ. അതവിടെ നിൽക്കും. ദൈവത്തിന്റെ മഹത്വം. പേരെന്തുവാ അമ്മാമ്മയുടെ? മേഴ്സി. ഭിക്ഷക്കാർക്ക് പോലും 1 രൂപ കൊടുക്കുകയല്ല. പേരെന്തുവാ? മേഴ്സി. ദൈവത്തിന്റെ മഹത്വം. ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല, ചൊവ്വായിട്ട് നടക്കണം. പത്രോസിനെ ശാസിച്ചു പൗലോസ്. മര്യാദകേടല്ലേ കാണിക്കുന്നേ? യാക്കോബിന്റെ അടുക്കുന്ന ആൾക്കാർ വരുന്നതിന് മുന്നേ അവരുമായിട്ട് കഴിക്കുകയും കൂടുകയും ചെയ്തു. അവിടെ നിന്ന് ആള് വന്നപ്പോൾ നീ ഉടനെ പ്ലേറ്റ് തിരിച്ചു. അത് മര്യാദകേടല്ലേ? അത് പാടില്ല. ആട്ടെ, ഞാൻ വിവരിക്കുന്നില്ല. നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് വലിയ സങ്കടം തോന്നുന്നു. 3-ാം അധ്യായത്തിലേക്ക് വന്നവൻ പറയാ, യേശുക്രിസ്തുവിനെ ഇത്ര കൃത്യമായിട്ട് വ്യക്തമായിട്ട് വരച്ച് കിട്ടിയിരിക്കെ നിങ്ങളെ ആരാ ക്ഷുദ്രം ചെയ്ത് മയക്കുന്നത്? 3-ന്റെ 1-ന്റെ 2. ഹാ ബുദ്ധിയില്ലാത്ത ഗലാത്യരേ, യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ വരച്ചു കിട്ടിയിരിക്കുക നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയത് ആർ? അയ്യോ, ആരാ നിങ്ങളെ ഇങ്ങനെ മയക്കിയത്? ഇത്ര ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട് സ്പഷ്ടമായിട്ട് ക്ലിപ്തമായിട്ട് ക്രിസ്തുവിനെ വരച്ചു തന്നിരിക്കുക. ആരാ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയത്? യേശുക്രിസ്തു വലിയോ ഏക മധ്യസ്ഥൻ, യേശുക്രിസ്തു വലിയോ ഏക രക്ഷകൻ, യേശുക്രിസ്തു വലിയോ ഏക ദൈവം, യേശുക്രിസ്തുവിൽ കൂടി മാത്രമല്ലയോ രക്ഷ. ഇങ്ങനെയൊക്കെ കൃത്യമായിട്ട് വ്യക്തമായിട്ട് ഇട്ടിരിക്കെ ഈ മധ്യസ്ഥന്മാരെ ആരാ കൊണ്ടുവന്നത്? തള്ള കയറി നിൽക്കുന്നു, മറ്റേ പുള്ളി നിൽക്കുന്നു. മിണ്ടുന്നില്ല. ഇത് ക്ലിയർ ആയിട്ട് ഇനി എന്നാ പറയാനാ? നമുക്ക് ഒരേ ഒരു ദൈവമേ ഉള്ളൂ, ഒരേ ഒരു നായകൻ, ഒരേ ഒരു രക്ഷിതാവ്, ഒരേ ഒരു പരിശുദ്ധൻ. എല്ലാം ഒന്നാ. സ്വർഗമൊന്ന്, ദൈവമൊന്ന്, ആത്മാവൊന്ന്, സഭയൊന്ന്, രക്ഷയൊന്ന്, രക്ഷിതാവൊന്ന്. സ്തോത്രം. നമുക്കൊരു പിതാവു തന്നെ, നമുക്കൊരു പിതാവു തന്നെ, നമുക്കേവർക്കും കുടിയിരിപ്പതിന് സ്വർഗമൊന്നേയുള്ളൂ. നമുക്കേവർക്കും കുടിയിരിപ്പതിന് സ്വർഗമൊന്നേയുള്ളൂ. പകതിങ്ങി ലോകമക്കൾ, പകതിങ്ങി ലോകമക്കൾ. പാടാൻ വയ്യ. നമുക്കൊരു പിതാവു തന്നെ, നമുക്കൊരു പിതാവു തന്നെ, നമുക്കേവർക്കും കുടിയിരിപ്പതിന് സ്വർഗമൊന്നേയുള്ളൂ. നമുക്കേവർക്കും കുടിയിരിപ്പതിന് സ്വർഗമൊന്നേയുള്ളൂ. അപ്പൊ ശ്രദ്ധിക്കുക, ഒരു രക്ഷിതാവേ ഉള്ളൂ. ആ രക്ഷിതാവിനെ ഇത്ര കൃത്യമായിട്ട് ക്ലിപ്തമായിട്ട് സ്പഷ്ടമായിട്ട് വരച്ചു കിട്ടിയിരിക്കുക നിങ്ങളെ ആരാ ക്ഷുദ്രം ചെയ്ത് മയക്കിയത്? ഇടയ്ക്ക് ആരും വന്ന് കയറരുതെന്നായി പറഞ്ഞത്. യേശു മാത്രമാ രക്ഷകൻ. 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, അയ്യോ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചതൊക്കെ വെറുതെ ആയെന്ന് ഭയപ്പെടുന്നെന്ന്. 4-ന്റെ 8 മുതൽ വായിച്ചേ. എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ടിരുന്നു. ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞും വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞുമിരിക്കെ നിങ്ങൾ പിന്നെയും ബലഹീനവും ദരിദ്രവുമായ ആദ്യ പാഠങ്ങളിലേക്ക് തിരിഞ്ഞ് അവയ്ക്ക് പുതുതായി അടിമപ്പെടുവാൻ ഇച്ഛിക്കുന്നത് എങ്ങനെ? അപ്പൊ ശ്രദ്ധിക്കുക, നിങ്ങൾ ആ പഴയതിലോട്ടൊന്നും ഇനി പോകരുത് കേട്ടോ. അതാ പറഞ്ഞതിന്റെ അർത്ഥം. വിട്ടുപോകുന്നതിലോട്ടൊന്നും ഇനി പോകരുതെന്ന്. എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ട് ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞും വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞുമിരിക്കെ നിങ്ങൾ പിന്നെയും ദരിദ്രവും ബലഹീനമായ ആദിപാഠങ്ങളിലേക്ക് തിരിഞ്ഞ് പുതുതായിട്ട് അതിന് അടിമപ്പെടുവാൻ ഇച്ഛിക്കുന്നത് എന്ത്? നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആണ്ടുകളും പ്രമാണിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെ ആയി പോയോ എന്ന് ഭയപ്പെടുന്നെന്ന്. പഴയ കാര്യത്തിലോട്ടൊന്നും ബർത്ത്ഡേ ഒന്നും പോയി ആഘോഷിക്കരുത്. വെഡിങ് ആനിവേഴ്സറി പെമ്പിളയ്ക്ക് സാരിയും ചുരിദാറും മേടിച്ച് ഐസ്ക്രീമും ഞുണഞ്ഞ് അതിൻ്റെ ഒരു ഫോട്ടോയും എടുത്ത് എന്തോ ഇതിനകത്തൊക്കെ ഇടുമല്ലോ, എന്തുവാ സ്റ്റാറ്റസ്. പിന്നെ ഭയങ്കര സ്റ്റാറ്റസാ.
ദൈവത്തിന് മഹത്വം. 60ഉം 70ഉം ഒക്കെ എന്തോ അമ്മയെ പുറകോട്ട് നോക്കുന്നത്, സ്റ്റാറ്റസ് ആണോ? അറുപത് വയസ്സ് തികയുമ്പോൾ 70 ഒക്കെ തികയുമ്പോൾ ആഘോഷിക്കുന്നവരുണ്ടെന്ന് ബെന്തിക്കോസുകാരും ഉണ്ട്. ഇപ്പം വന്ന് ബെന്തിക്കോസുകാർ, ഞാൻ പേപ്പറൊക്കെ നോക്കും, ഈ ചരമവാർഷികം ഇടുന്നുണ്ട്. പിന്നെ ചെറിയ വ്യത്യാസമാണ്, സ്വർഗത്തിൽ 1ാമത്തെ ബർത്ത്ഡേ അങ്ങനെ ഇടുന്നുണ്ട്. ഇവനെല്ലാം ഭ്രാന്താ. ഞാൻ ബെന്തിക്കോസുകാരുടെ കാര്യമാണ് പറഞ്ഞത്. പിന്നെ സ്വർഗത്തിൽ കർത്താവ് കേക്ക് മുറിക്കുക, ബേച്ചാൻ്റെ 1ാമത്തെ വാർഷികം ഒരു കേക്ക്, യേശു കേക്ക് മുറിച്ച്, ഇന്നലെ കേക്ക് തങ്ങമ്മ വന്നിട്ടുണ്ട്. അവിടെ ഉണ്ട്. വട്ട ഇവനല്ല തന്നെയല്ല, ന്യൂസ് പേപ്പറെല്ലാം സ്വർഗത്തിലുണ്ട്, അവരും കാണുക. അയ്യോ ദൈവമേ, നല്ല ബുദ്ധി ഉണ്ടാകട്ടെ. നിങ്ങളാ പഴയതിലോട്ടൊന്നും ഇനി പോകരുതെന്ന് അതായി പറഞ്ഞതിന്റെ അർത്ഥം. 5-ാം അധ്യായത്തിൽ പറയുക, അടിമന്ന് കുത്തി കുടുങ്ങരുത്. വായിച്ചോ, വേഗത്തിൽ വായിച്ചോ. 5:1. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽക്കണം. ചുമ്മാ ചാഞ്ഞ മതിൽ ആടുന്ന വേലിയും പോലെ നിൽക്കരുത്. അതാണോ ശരി, ഇതാണോ ശരി, അതും ശരി, ഇതും ശരി, എല്ലാം ശരി, സ്തോത്രം, അതൊന്നും ഒക്കുകയല്ല. ചില ഈ വഴുക പരുവല്ലേ. ഞങ്ങളുടെ നാട്ടിലൊരു പാമ്പുണ്ട്, പാമ്പല്ല മീനുണ്ട്, വലഞ്ഞിലെന്ന് പറയും, മിലാഞ്ഞിലെന്ന് ചിലർ പറയും. ഓരോ നാട്ടിൽ ഓരോ ഇതാ എന്ന് പറഞ്ഞാൽ, തല കണ്ടാൽ പാമ്പിൻ്റെ പോലെ തോന്നും, വാല് മീനിൻ്റെ പോലെ തോന്നും. ഇവിടെ വരുമ്പോൾ ഇങ്ങനെ ആടുന്ന കാണാം, അവിടെ ചെല്ലുമ്പോൾ ഇങ്ങനെ നിൽക്കുന്നു. അത് പാടില്ലെന്നായി പറഞ്ഞത്. ഇതിലുറച്ചു നിൽക്കണം. പിന്നെ അടിമന കുത്തി പോയി കുടുങ്ങരുത്. അതാ 5-ാം അധ്യായത്തില്. 6-ാം അധ്യായത്തില് 6:6 വായിച്ചോ. എല്ലാവർക്കും സന്തോഷമുള്ള വാക്യമല്ല, എന്നാലും വായിച്ചു വിട്ടേക്കാം. വചനം പഠിപ്പിക്കുന്നവന് എല്ലാ നന്മയിലും ഓഹരി കൊടുക്കണം. അതെല്ലാവർക്കും താല്പര്യമുള്ള വിഷയമല്ല, അതുകൊണ്ട് അത് പറയുന്നില്ല, വായിച്ചു വിടുന്നേ ഉള്ളൂ. ആട്ടെ, ഇനി നമ്മുടെ കുറുവാക്യം വായിക്കാം. 14:6-14. എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ, ഇതെല്ലാം പറഞ്ഞേച്ച് പൗലോസ് ഒടുവിലത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ അറിയാം, എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. ഇനി കമ്പിവാചകം പോലെ ചില കാര്യങ്ങൾ പറയാ. ക്രൂശിൽ പ്രശംസിപ്പാനുള്ള കാരണം, ക്രൂശ് എന്ന് ഉദ്ദേശിക്കുന്നത് യേശുക്രിസ്തുവിനെയാണ്, തടിക്കഷണമല്ല. അവിടെ ആശയം യേശു എന്നുള്ളതാ, അല്ലാതെ തടി കൊണ്ടുവന്നേച്ച് അതും എടുത്തോണ്ട് ഉടനെ എനിക്ക് മുട്ടുമടങ്ങയല്ല, അതുകൊണ്ടാണ്. ഉള്ള മുക്കിനും മൂലയിലും അല്ല. ആ പാട്ടങ്ങനെ അവന് പാടിക്കും, പാടിക്കും. എന്നോട് പാടാനില്ല പറഞ്ഞ മൈക്ക് കൂടെ പാടാൻ. അറിയത്തില്ലേ? എനിക്കറിയത്തില്ല. ആട്ടെ, ചിന്തേറിട്ട 2 തടി കുറുകെ വെച്ച തടിയല്ല, ആ ക്രൂശന്റെ കാര്യമല്ല പറഞ്ഞത്. സ്തോത്രം. അത് കാശും സാഹചര്യവും തടിയുടെ വലിപ്പമൊക്കെ അനുസരിച്ച് വലിപ്പം ചെറുപ്പം ഓരോ ടൈപ്പ് കുരിശുണ്ട് കേട്ടോ. കുരിശ് കാണും പറയും ഇത് ഞങ്ങളുടെ കുരിശാ, അതോ അത് അവരുടെ കുരിശാ. ഇത് മാർത്തോമൻ കുരിശ്, അതോ അത് യാക്കോബ കുരിശ്, ഇതോ അത് ഓർത്തഡോക്സ് കുരിശ്, ഇതോ ഇത് ലത്തീൻ കുരിശ്. തടിയല്ല വിഷയം. എന്ത് തള്ളമാർ രണ്ടുകൂടെ കിടന്ന് ഏനാ പോണോ? തടിയുടെ കാര്യമല്ല ഈ പറഞ്ഞത്. ക്രൂശ എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ കുരിശിൽ ആമൻ സ്തോത്രം ആണികളേറ്റ് ആമൻ തൂങ്ങിക്കിടന്ന് ആ കുരിശിൽ ജീവൻ വെടിഞ്ഞ നസറയനാകുന്ന യേശുക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. നീ സ്നേഹത്തെ പ്രകാശിപ്പിക്കും ക്രൂശിനെ നിസിമാമ
ക്രൂശിനെ ദർശിച്ച നേരം നാഥനെ നിനക്കു ഞാൻ അധീനനായി ദർശിച്ച നേരം നാഥനെ നിനക്കു ഞാൻ അധീനനായാകാതമാ പ്രമേയമാ ഈ സ്നേഹം അർഹിക്കുന്നീതോ ആകാതമാ പ്രമേയമാ ഈ സ്നേഹം അർഹിക്കുന്നീതോ എന്തേകം ദേഹി മാനസം സമ്പൂർണമായി സമസ്തവും. ഇന്ന് രാത്രി ആ ക്രൂശന്റെ ചവിട്ടിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പൊ ക്രൂശ് എന്ന് പറഞ്ഞാൽ രണ്ട് മരക്കഷണത്തിന്റെ കാര്യമല്ല പറഞ്ഞേ. ആശാരി ചിന്തേറിട്ട് തന്ന ആ കുരിശിന്റെ കാര്യമല്ല പറഞ്ഞേ. ക്രൂശൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് യേശു ക്രിസ്തു. അതുകൊണ്ട് ഇന്ന് രാത്രി ഓടിച്ചു പറയാം സമയത്തെ ഇവിടെ ഭയപ്പെടുന്നത് കൊണ്ട് ഓടിച്ചു പറയാം. ക്രൂശിൽ പ്രശംസിപ്പാൻ കാരണം എന്നാ? ഒരു ദൈവ പൈതൽ അല്ല, പൗലോസ് തന്നെ പറഞ്ഞോ ഈ ക്രൂശിൽ പ്രശംസിപ്പാൻ കാരണം. എനിക്ക് നിങ്ങൾക്കും വല്ലതും പ്രശംസിപ്പാനുണ്ട്, കാൽവരി ക്രൂശിലാണ്. ഞാൻ തന്നെ ജ്ഞാനത്തിലും ധനവാൻ തന്നെ ധനത്തിലും ബലവാൻ തന്നെ ബലത്തിലും ഒന്നും പ്രശംസിക്കരുത്. വല്ലവും പ്രശംസിപ്പാനുണ്ടെങ്കിൽ കാൽവരി ക്രൂശിലാണ്. അതെന്താ ഈ ക്രൂശിൽ പ്രശംസിപ്പാൻ കാരണം? അതിലൊന്ന് പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, 2-3 പോയിന്റ് പറയാം. ദൈവം എല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന പോയിന്റാ. ഞാനിപ്പോ പോയിന്റ് ഇതാണോ വലിയ കാര്യമായിട്ട് പോയിന്റ്? ഇതിലും വലിയ പോയിന്റ് ഞങ്ങളുടെ കയ്യിൽ ഇരിപ്പുണ്ടെന്ന് നിങ്ങൾ പറയും, എനിക്കറിയാം. നിങ്ങളുടെ കയ്യിൽ അത് ഇരിക്കട്ടെ, ഇപ്പൊ എൻ്റെ ഇരിക്കുന്ന അങ്ങോട്ട് ഇറക്കാം. അപ്പോ ശ്രദ്ധിക്കുക, ക്രൂശിൽ പ്രശംസിപ്പാൻ ഉള്ള കാരണം ഒന്ന്, ഈ ക്രൂശിൽ പ്രശംസിപ്പാൻ കാരണം ക്രൂശിൽ യേശു ക്രിസ്തു രക്തം ചൊരിഞ്ഞു. അതായത് ക്രൂശിൽ പ്രശംസിപ്പാൻ കാരണം. വായിച്ചേ കൊലോസ്യ ലേഖനം 1-ാം ക്രൂശിൽ പ്രശംസിപ്പാൻ കാരണം കൊലോസ്യ ലേഖനം 1:20. അവനിൽ സർവസമ്പൂർണതയും വസിപ്പാനും അവൻ ക്രൂശിൽ ചൊരിഞ്ഞ. മോക്ക് ശ്വാസം മുട്ടലുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ സെന്റൻസ് പൂർത്തീകരിച്ച് വായിച്ചേ. അവനിൽ ഇഷ്ടമില്ലല്ലോ, നന്നായിട്ട് വായിച്ചേ. അവനിൽ സർവസമ്പൂർണതയും. അങ്ങനല്ലെന്ന് സെന്റൻസ് പൂർത്തീകരിച്ച് അങ്ങ് വായിക്കും. അവനിൽ സർവസമ്പൂർണതയും വസിപ്പാനും. അപ്പൊ ശ്വാസം മുട്ടലൊന്നും ഇല്ല. അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട്. ഒന്നുകൂടെ വായിച്ചേ. അവനിൽ സർവസമ്പൂർണതയും വസിപ്പാനും അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട്. അവൻ മുഖാന്തരം സമാധാനമുണ്ട്. ദൈവത്തിന് മഹത്വം. ഒരു ദൈവ പൈതൽ ക്രൂശിൽ പ്രശംസിപ്പാനുള്ള കാരണം യേശു ക്രിസ്തു ക്രൂശിൽ രക്തം ചൊരിഞ്ഞു. പീലാത്തോസിന്റെ കൽത്തളം മുതൽ കാൽവരി മലമുകൾ വരെ ആ തടിക്കഷണവും ചുമന്നുകൊണ്ട് വീണും വേച്ചും പറച്ചും കാൽവരിയുടെ കൊലമരത്തിൽ ചെന്ന് 2 ദുഷ്പ്രവർത്തിക്കാരുടെ നടുവിൽ ഇരുമ്പാണുകളാൽ തറക്കപ്പെട്ട് ക്രൂശിൽ തൂങ്ങപ്പെട്ട് കിടക്കുന്ന നസറയനാകുന്ന യേശു ഗതസമന മുതലേ രക്തം സ്തോത്രം അത് ഒഴുകാൻ തുടങ്ങി. ഗതസമനയിൽ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ വിയർപ്പ് രക്തത്തൊള്ളിയായി നിലത്ത് വീണു. ദൈവത്തിന് മഹത്വം. എന്തിനാണെന്നറിയാമോ? മനുഷ്യവർഗത്തിന്റെ പാപഭാരം വഹിച്ച് മനുഷ്യവർഗത്തിന്റെ വേദനയും മനുഷ്യവർഗത്തിന്റെ ശാപങ്ങളല്ല യേശു തന്റെ ശരീരത്തിൽ വഹിക്കുക. പ്രാണവേദനയിലായി പ്രാർത്ഥിക്കുക. അതാ കേൾക്കുന്നു ഞാൻ ഗതസമന തോട്ടത്തിലെ പാപിയെനിക്കായി നൊന്തലറിടുന്ന പ്രിയന്റെ ശബ്ദമത്. പാപിയെനിക്കായി നൊന്തലറിടുന്ന പ്രിയന്റെ ശബ്ദമത്. അതാ കേൾക്കുന്നു ഞാൻ ഗതസമന തോട്ടത്തിലെ പാപിയെനിക്കായി നൊന്തലറി
ശബ്ദമത് പാപി എനിക്കായി നൊന്തലറിടുന്ന പ്രിയന്റെ ശബ്ദമത്. അവൻ ഖരസമന മുതലേ വിയർപ്പ് രക്തത്തുള്ളിയായി വീണു. മുൾക്കിരീടധാരിയായി മുഖത്തെ രോമമെല്ലാം പിടിതെടുക്കപ്പെട്ടവനായി ചാട്ടവാറിന്റെ ഘോരമായ പ്രകരമേറ്റ് കണ്ണു മൂടിക്കെട്ടി കന്നത്തടിയേച്ച് കാർക്കിച്ച് തുപ്പലേറ്റ് അവൻ കഠോര ഹൃദയന്മാരാകുന്ന റോമൻ പടയാളികൾ ദാക്ഷണ്യം കൂടാതെ കുതിരയുടെ തോല് നാരുനാരായി കീറി അതിന്റെ അറ്റ തീയക്കട്ടയും മുൾക്കൊളത്തും ചൂണ്ടലുമെല്ലാം കൂടെ പിരിച്ച് കൂട്ടിക്കെട്ടി അവൻ ദാക്ഷണ്യം കൂടാതെ ഗുണിയപ്പെട്ട് നിൽക്കുന്ന യേശുവിന്റെ മുതുകത്തെ അടിച്ച് ചാട്ട പറിക്കുമ്പോൾ മാംസം പച്ചമാംസം ആമൻ പറഞ്ഞ് ഇരുന്ന് ആമൻ പ്രവചനാത്മാവിൽ സങ്കീർത്തനക്കാരൻ പറയുക, മുതുക ഉഴവജാല് പോലെ നീളത്തെ കീറി ആമ രക്തം മാർന്നൊഴുകുകയാ. എന്നിട്ട് ആമ ക്രൂശും ചുമന്നുകൊണ്ട് മരക്കുരിശും മരക്കഷണവും ചുമ്മിക്കൊണ്ട് കാൽവറിയിൽ ആമ ചെന്ന് രണ്ട് ദുഷ്പ്രവർത്തിക്കാരുടെ നടുവിൽ ആമ ഇരുമ്പാണികളാൽ ഏൽപ്പിക്കപ്പെട്ട് ആമ എനിക്കും നിനക്ക് വേണ്ടി രക്തം ചൊരിഞ്ഞു. ദൈവത്തിന് മഹത്വം. മരിച്ചെന്ന് ഉറപ്പ് വരുത്തുവാൻ വിലാപ്പുറത്ത് കുത്തി. ബിബി തൊമ്മി പാടിയിരിക്കുന്ന പാട്ടിങ്ങനെ, കരുണയില്ലാത്ത പടയാളിയോരു പെരിയ കുന്തം അങ്ങെടുത്തു, കരുണയില്ലാത്ത പടയാളിയോരു പെരിയ, അതിന് തബല വേണ്ട, കരുണയില്ലാത്ത പടയാളിയോരു പെരിയ കുന്തം അങ്ങെടുത്തു, കുത്തി തുറന്നു ചങ്കിൽ നീ നുടനെയൊഴുകി ജലവും രക്തവും ഉടനെ, കുത്തി തുറന്നു ചങ്കിൽ നീ നുടനെയൊഴുകി ജലവും രക്തവും ഉടനെ. മരിച്ചെന്ന് ഉറപ്പ് വരുത്തുവാൻ വിലാപ്പുറത്ത് കുത്തി. ഒടുവിലായിട്ട് രക്തവും വെള്ളവും കൂടെ ചാടി മുഴുവൻ രക്തവും ഊറ്റി. ഈ രക്തം ചൊരിഞ്ഞത് ക്രൂശില. അതുകൊണ്ട് ഇന്ന് രാത്രി പ്രശംസിപ്പാൻ കാരണം, ക്രൂശിൽ പ്രശംസിപ്പാൻ കാരണം, ക്രൂശിൽ ഒരുവൻ നമുക്ക് വേണ്ടി രക്തം ചിന്തി. ഇവിടെ വന്ന മുഴുവൻ ആൾക്കാരും രക്തദാഹികളാ. കൊണ്ടുവാ രക്തം. ശ്രീധരന്റെ രക്തം കൊണ്ടുവാ, ദാശായിണിയുടെ രക്തം കൊണ്ടുവാ, ബേബിച്ചന്റെ രക്തം കൊണ്ടുവാ, മറിയാമ്മയുടെ രക്തം. യോടി ആണ്ട എലന്തൂര് ഒരു തള്ള വേറൊരു തള്ളെ കണ്ടിച്ചു രക്തം വേണമെന്ന്. തള്ള കുടിച്ചോന്നൊന്നും അറിയാൻ മേല. നിങ്ങളാരും ഇതൊന്നും വായിക്കുന്നു എടുക്കുന്നുമില്ലേ? അതോ തള്ളയുടെ ആൾക്കാരാണോ നിങ്ങൾ? നരബലി ഒരു കാലത്ത് ഇതൊക്കെ ഉണ്ടായിരുന്ന നീര് മഹാരാജ്യത്തെ നരനായാട്ട് നരബലി. വന്നവര് മുഴുവൻ രക്തദാഹികളാണ്. ആണെന്ന് പിന്നെ മനുഷ്യന്റെ രക്തം കിട്ടാതായപ്പോ കോഴിയെ കണ്ടിച്ചേച്ച് കടിച്ചു പറിച്ച് അതിന്റെ രക്തം. അയ്യോ, എന്തെല്ലാം വിവരക്കേടാ കാണിച്ചു വെക്ക്. ഇപ്പോഴും രക്തം തിന്നുന്ന ആൾക്കാരുണ്ട്. ചില സ്ഥലങ്ങളിൽ ചെന്നാൽ രക്തമെല്ലാം കൂടെ അലുവ മുറിച്ച് തരുന്നത് പോലെ. അമ്മ എന്തിനാ മോന്തകളൊക്കെ എന്നൊക്കെ തിന്നുന്ന തള്ളമാരുണ്ട്. തള്ളയെ നിങ്ങൾക്ക് വേണ്ടെന്നോർത്ത് വെട്ടിയടിക്കുന്ന തള്ളമാര് അടുത്ത സ്ഥലത്തൊക്കെ ഉണ്ട്. അപ്പൊ ശ്രദ്ധിക്കുക, ഇവിടെ വന്നവര് മുഴുവൻ മറ്റുള്ളവന്റെ രക്തം ചോദിച്ചു നിൽക്കുക. രക്തം താ. എല്ലാരും രക്തം ചോദിച്ചും രക്തം മേടിച്ചും രക്തദാഹികളായി രക്തരക്ഷസായി അങ്ങനെയൊക്കെയാ പറയുന്നേ. നിൽക്കുമ്പം ഒരുവൻ സ്വന്തം രക്തം ക്രൂശിൽ ചൊരിഞ്ഞു. ആ രക്തത്തിന്റെ വിശേഷത അത് പരിശുദ്ധ രക്തമാ, അത് വിലയേറിയ രക്തമാ, അത് പുണ്യാക രക്തമാ, അത് സംസാരിക്കുന്ന രക്തമാ, അത് നിർമ്മല രക്തമാ, അത് പരിശുദ്ധ രക്തമാ. അറിയാവുന്ന പാട്ടാ, ചേർന്ന് പാട്ട്. കുഞ്ഞാറ്റിൻ തീരു ഞാൻ ശുദ്ധനായി തീർന്നു തഞ്ചങ്കിലെ ശുദ്ധരക്തത്താൽ പാടിയോ മഹത്വം രക്ഷക. സ്തുതി നീനക്കെന്നും ചേറ്റിൽ നിന്നെന്നെ നീ വീണ്ടെടുത്തു.
തീർത്തതിന് ഓ സ്തുതിക്കോ നിന്നെ ഞാൻ ആയുസ്സിൻ നാളെല്ലാം നന്ദിയോടടി വണങ്ങൂ. അമ്മ സ്തുതിക്കും നിന്നെ ഞാൻ ആയുസ്സിൻ നാളെല്ലാം നന്ദിയോടടി വണങ്ങും. കുഞ്ഞാട്ടിൻ തീരൂരത്താൽ ഞാൻ ശുദ്ധനായി തീർന്നു. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്ത ഇന്ന് രാത്രി ദൈവമൈതലേ ക്രൂശിൽ പ്രശംസിപ്പാൻ കാരണം ഒന്ന്, അവിടുന്ന് ക്രൂശിൽ രക്തം ചൊരിഞ്ഞു. ഇവിടെ വന്നവനെല്ലാം രക്തം കുടിച്ചേച്ച് അങ്ങനെ പറയാം, നിന്നെയും കൊണ്ടേ പോകൂ, രക്തം കുടിച്ചേ പോകൂ, രക്തം താനും പറഞ്ഞങ്ങ് നാക്കെന്ന് കേട്ടുക. യേശു നാക്ക് നീട്ടി രക്തം താന്നൊന്നും പറഞ്ഞില്ല. യേശു അവിടുത്തെ പരിശുദ്ധ രക്തം ക്രൂശിൽ ചൊരിഞ്ഞു. അതുകൊണ്ടാണ് ക്രൂശിൽ പ്രശംസിക്കുന്നത്. ഈ പരിശുദ്ധ രക്തം അവിടുന്ന് ക്രൂശിൽ ചൊരിഞ്ഞത് കൊണ്ട്, ഒന്നുകൂടെ വായിച്ചോ 20-ാം വാക്യം, കൊലോസ്യർ 1:20, ക്ലിയർ ആയിട്ട് പോകണമല്ലോ. അവനിൽ സർവ്വസമ്പൂർണതയും വസിപ്പാനും അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനം ഉണ്ടാക്കി. അവിടുന്ന് ക്രൂശിൽ ചൊരിഞ്ഞ ആ രക്തം, ആ ക്രൂശിൽ രക്തം ചൊരിഞ്ഞത് കൊണ്ട് എന്ത് നേടിയെന്ന് ചോദിച്ചാൽ, ഒന്ന് സമാധാനം ഉണ്ടായി. അതാ എന്തുണ്ടായി? സമാധാനം ഉണ്ടായി. സമാധാനം ഇല്ലായിരുന്നല്ലോ ഒരു കാലത്ത്. ഉണ്ടായിരുന്നു അമ്മേ? നേരത്തെ സമാധാനം ഉണ്ടായിരുന്നു ഒന്ന്. നാളൊരു തള്ള പറഞ്ഞു, നേരത്തെ നല്ല സമാധാനമായിരുന്നു, ഇതിനകത്ത് വന്നേ പിന്നെ അതിൻ്റെ സമാധാനം. എന്നോട് പറഞ്ഞതാ എൻ്റെ ഭാഷ, നേരത്തെ നല്ല സമാധാനം, ഇതിനകത്ത് വന്നേ പിന്നെ. അതിനമ്മ വിശദീകരണം തന്നു, ഒന്നും ഞാനിപ്പോൾ പൊതുവെ പറയുന്നില്ല. ഒരു കാലത്ത് സമാധാനമില്ലാതിരുന്നു, സ്വസ്ഥതയില്ലായിരുന്നു. സ്തോത്രം. എന്നാൽ യേശുക്രിസ്തു ക്രൂശിൽ പരിശുദ്ധ രക്തം ചൊരിഞ്ഞത് കൊണ്ട് നമുക്ക് സമാധാനമുണ്ടായി. സമാധാനമില്ലാഞ്ഞത് കൊണ്ട് സമാധാനം കിട്ടാൻ എവിടെല്ലാം നമ്മൾ പോയി, തെക്കോട്ടോടി, കിഴക്കോട്ടോടി, വടക്കോട്ടോടി. അവിടെ ചെന്നപ്പോൾ ഒരു തള്ള ഇരിപ്പുണ്ട്, സമാധാനം തരുമെന്ന്. ഏത് തള്ള? തള്ള സമാധാനം ഇല്ലാതിരിക്കുക. അതേമേ ഈ ഗവൺമെൻറ് എങ്ങാനും പരിശോധിച്ചാൽ എൻ്റെ പൈസയുടെ കാര്യം എങ്ങനെ? അല്ല നമ്മൾ അവിടെ ഒരു അച്ചായനുണ്ട്, പുള്ളി ആകെ പെപ്പറാളം മേടിക്കുക. പുള്ളിക്ക് ആരെയും വിശ്വാസമില്ല. അതിൻ്റെ വാതൊക്കെ 2 പേര്, അപ്പുറം 2 പേര്, പുള്ളി മുഴുവൻ ഇങ്ങനെ ആകെ ഒരു നമ്മൾ വെക്കുന്ന പുള്ളി സമാധാനം തരുമെന്ന്. അണക്കം കേൾക്കുമ്പോഴേ പുള്ളി അകത്ത് കയറുക. ആ പുള്ളി നമുക്ക് സമാധാനം തരുമോ? വാതൊക്കെ 2 കാവൽ പേര് അപ്പുറം നിൽക്കുന്ന പുള്ളി നമുക്ക് സമാധാനം തരുമെന്ന്. ഒരുത്തനും സമാധാനമില്ല. സമാധാനം തരുവാൻ കഴിവുള്ളവൻ ദൈവമാണ്. സമാധാനമില്ല ഭൂമിൽ അലഞ്ഞിടും. പാട്ട് മറന്നുപോയല്ലോ. സമാധാനമില്ല ഭൂവിൽ അനുദിനം നിലവിളി പടർന്നുയരുകയായി ധരണി തന്നിൽ. ഓ സമാധാനമില്ല ഭൂവിൽ മറന്നുപോയി. പിച്ച് മാറിയോ? അത് നിങ്ങൾ പാടും. സമാധാനം ഉണ്ടല്ലോ, അത് മതി. അപ്പൊ ഞാൻ പാടിയപ്പോ നിങ്ങളുടെ സമാധാനം പോയി. അപ്പൊ ശ്രദ്ധിക്കുക, ഒരു കാലത്ത് എനിക്ക് നിങ്ങൾക്ക് സമാധാനമില്ലായിരുന്നു. എന്നാൽ യേശു ഉള്ളത്തിൽ വന്നപ്പോ സമാധാനമായി. അതാ ക്രിസ്തു നമ്മുടെ സമാധാനം. മദ്യമോ മയക്കുമരുന്നോ ലഹരി പദാർത്ഥമോ ഒന്നും സമാധാനം, നിത്യസമാധാനം തരികയല്ല. സമാധാനം നിനക്ക് തരുന്ന മാർഗം ഒന്നേ ഉള്ളൂ, സുവിശേഷമാണ്. ആ സുവിശേഷത്തെ ഇന്ന് രാത്രി ഏറ്റെടുക്ക്. നിനക്കും നിന്റെ കുടുംബത്തിന് സമാധാനമാണ്. സ്തോത്രം. സമാധാനമുണ്ടായി. ഒന്നുകൂടെ വായിച്ചേ മോളെ. അവനിൽ സർവ്വസമ്പൂർണതയും വസിപ്പാനും അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനം. നമുക്ക് ക്രൂശിൽ പ്രശംസിപ്പാൻ കാരണം ഒന്ന്, ക്രൂശിൽ രക്തം ചൊരിഞ്ഞു. ആ രക്തം ചൊരിഞ്ഞത് കൊണ്ട് നമുക്ക് വന്ന നേട്ടം ആ സമാധാനം ഉണ്ടായി. സമാധാനം എങ്ങനെയൊക്കെ ആ സമാധാനം? ഒന്ന്, ദൈവത്തോട് സമാധാനം ഉണ്ടായി.
റോമാലേഖനം 5:1 വായിച്ചേ മോളെ. റോമാലേഖനം 5:1. ദൈവത്തോട് സമാധാനം ഉണ്ടായി. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനം ഉണ്ടായി. നേരത്തെ ദൈവമായിട്ട് ഉടക്കായിരുന്നു. ഇതെന്നാ ഒരു ദൈവമാ എന്നോട് ഈ ചതിവ്? ദൈവം ഉണ്ടോ? ആര് പറഞ്ഞു ദൈവം ഉണ്ടെന്ന്? ഉണ്ടോ എന്ന് കാണിച്ചു തരാവോ? തന്നെ അങ്ങോട്ട് അടുക്കാനും ഒക്കത്തില്ലായിരുന്നു. എന്നാൽ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ഈ കൃപയിൽ വന്നപ്പോൾ ദൈവത്തോട് സമാധാനമുണ്ടായി. വിസ്തരിക്കുന്നില്ല, വിവരിക്കുന്നില്ല. 2, പരസ്പരം സമാധാനം ഉണ്ടായി. മോളെ, ആ റോമാലേഖനം 12-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം വായിച്ച. റോമാലേഖനം 12:18. കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളം സകല മനുഷ്യരോടും സമാധാനമായിരിപ്പിൻ. പ്രിയമുള്ളവരെ, സകല മനുഷ്യരോടും സമാധാനമായിരിക്കണം. സകല മനുഷ്യരോടും സകല മനുഷ്യരോടും സമാധാനമായിരിപ്പിൻ. പ്രിയമുള്ളവരെ, നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവകോപത്തിന് ഇടം കൊടുപ്പിൻ. പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം ചെയ്യുമെന്ന്. നിങ്ങൾ പകരം ഒന്നും ചെയ്യണ്ട, പ്രതികാരം ഒന്നും ചെയ്യണ്ട. നിങ്ങൾ തമ്മിൽ സമാധാനമായിട്ടിരുന്നാ മതി. പരസ്പര സമാധാനം. അപ്പോൾ യേശുക്രിസ്തുവിന്റെ ക്രൂശിൽ പ്രശംസിപ്പാൻ, ഒന്ന്, ക്രൂശിൽ നമുക്ക് വേണ്ടി രക്തം ചൊരിഞ്ഞു. ആ രക്തം ചൊരിഞ്ഞത് കൊണ്ട് നമുക്ക് സമാധാനമുണ്ടായി. ആ സമാധാനം, ഒന്ന്, ദൈവത്തോട് സമാധാനമുണ്ടായി. 2, തമ്മിൽ കീരിയും പാമ്പുമായിരുന്നു നേരത്തെ. പക്ഷെ യേശു വന്നപ്പം യോജിച്ചു. നേരത്തെ ഭാര്യയെ വെട്ടാനായിട്ട് പെരക്കി വിട്ട് ഓടിക്കായിരുന്നു. കത്താളുമായിട്ട് വെട്ടിക്കൊല്ലുന്നു. പിന്നെ അപ്പുറത്തെ വീട്ടിൽ ഓടിക്കേറി. ഇപ്പത്തെ 2 പേരും ഞായറാഴ്ച വേദപുസ്തകം പിടിച്ചോണ്ട് കുഞ്ഞാട് പോകും പോലെ. ഇപ്പൊ തള്ളയ്ക്ക് മൂപ്പ നടന്നു വാ, പുള്ളി അങ്ങ് കുഞ്ഞാടായി. ഇപ്പൊ തള്ള മൂപ്പ. നേരത്തെ സ്വഭാവമായിരുന്നെങ്കിൽ ഇപ്പൊ എന്തൊരു സമാധാനമാണ്. അതാ തമ്മിൽ പരസ്പരം സമാധാനം. മാത്രമല്ല, തന്നിൽ തന്നെ സമാധാനം ഉണ്ടായി. നമുക്കൊരു സമാധാനം വേണ്ടേ? വേണം. ഫിലിപ്പിയ ലേഖനം വായിച്ചേ മോളെ, 4-ാം അധ്യായത്തിന്റെ 6-7 വായിച്ചേ. നമുക്കൊരു സമാധാനം വേണ്ടേ? ഫിലിപ്പിയ ലേഖനം 4:6-7. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക എത്ര വേണ്ടത്. അടുത്തത്, എന്നാൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കും. അപ്പോൾ നമ്മിൽ തന്നെ ഒരു സമാധാനം വേണ്ടേ? തന്നിൽ തന്നെ സമാധാനം വേണ്ടേ? നമുക്കൊരു സമാധാനമില്ല. നമ്മൾ പറയുക, യേശു രക്ഷിക്ക്, സമാധാനം തരുമോ മാമ? ഇത് പറഞ്ഞു വെച്ച് നമ്മൾ, എനിക്കൊരു സമാധാനം. ലഹലയെ കൊടുത്ത കനാലിന്റെ അവിടെ നിന്ന് യേശു സൗഖ്യമാക്കും. ഇന്ന് നമ്മളങ്ങോട്ട് പോവാം, മെഡിക്കൽ കോളേജിലോട്ട്. അവരോട് പറഞ്ഞെന്നെ അവിടേക്ക് ഞാൻ ഈ ഗുളിക തിന്നോട്ടെന്ന്. ദൈവത്തിന് മകത്ത് നമ്മിൽ തന്നെ സമാധാനം വേണ്ടേ? അടയാൻ വിവരിക്കുന്നില്ല. കർത്താവിന്റെ മകത്വം. എനിക്കോ നമ്മുടെ കർത്താവാകുന്ന യേശുക്രിസ്തുവിനെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. ഒരു ദൈവപൈതൽ ക്രൂശിൽ പ്രശംസിപ്പാൻ പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാരണം, അവിടുന്ന് ക്രൂശിൽ രക്തം ചൊരിഞ്ഞു. ആ ക്രൂശിൽ രക്തം ചൊരിഞ്ഞത് കൊണ്ട് മനുഷ്യവർഗത്തിന് സമാധാനം ലഭിച്ചു. എങ്ങനെയൊക്കെ സമാധാനം? 1, ദൈവത്തോട് സമാധാനം. 2, പരസ്പരം സമാധാനം. 3, തന്നിൽ തന്നെ സമാധാനം. നമുക്ക് തന്നെ സമാധാനം വേണം. ആട്ടെ, മുന്നോട്ട് പോവുക. ഈ ക്രൂശിൽ പ്രശംസിപ്പാൻ രണ്ടാമത്തെ കാരണം, ഈ ക്രൂശിൽ വെച്ചാണ് ശത്രുത്വമില്ലാതാക്കിയത്. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 13 മുതൽ 18 വരെ മോളെ വായിച്ചോ, പെട്ടെന്ന് വായിച്ചോ, സ്പീഡ് വായിച്ചോ. എഫേസ്യ ലേഖനം 2-ന്റെ 13 മുതൽ 18 വരെ വേഗത്തിൽ വായിരേ. മുൻപേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തു യേശുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു. അവൻ നമ്മുടെ സമാധാനം. അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം തന്റെ ജഡത്താൽ നീക്കി വേർപാടിന്റെ നടുച്ചുവർ ഇടിച്ചു കളഞ്ഞ്
സമാധാനം ഉണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നിൽ ഒരേ പുതുമനുഷ്യനാക്കി സൃഷ്ടിപ്പാനും ക്രൂശിന്മേൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി അതിനാൽ ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിപ്പാനും തന്നെ അവൻ വന്ന ദൂരത്തായിരുന്ന നിങ്ങൾക്ക് സമാധാനവും സമീപത്തുള്ളവർക്ക് സമാധാനവും സുവിശേഷിച്ചു. അവൻ മുഖാന്തരം നമുക്ക് ഇരുപക്ഷക്കാർക്കും ഏകാത്മാവിനാൽ പിതാവിങ്കലേക്ക് പ്രവേശനമുണ്ട്. ദൈവത്തിന് മഹത്വം. അപ്പോൾ ക്രൂശിൽ പ്രശംസിപ്പാൻ രണ്ടാമത്തെ കാരണം, ക്രൂശിൽ മേൽ വെച്ചാണ് ശത്രുത്വം ഇല്ലാതാക്കിയത്. ദൈവത്തിന് മഹത്വം. ശത്രുത്വം ഇല്ലാതാക്കി. അവിടെ ഒരു പദമുണ്ട്, ഇരുപക്ഷത്തെയും നന്നായിട്ട് വായിക്കും. ഇരുപക്ഷത്തെയും ഏകാത്മാവിനാൽ പിതാവിങ്കലേക്ക് പ്രവേശനമുണ്ട്. ക്രൂശന്മേൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി, അതിനാൽ ഇരുപക്ഷത്തെയും ഏക ശരീരത്താൽ ക്രൂശന്മേൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി, അതിനാൽ ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിപ്പാനും തന്നെ. ഇരുപക്ഷം, രണ്ട് പക്ഷം. ഇരുപക്ഷം ഏതാ? ഒന്ന് യഹൂദനും രണ്ട് ജാതികളും. യഹൂദനൊഴികെ മുഴുവനും ജാതികളാ. യഹൂദന് വേറെ ആരെയും ഇഷ്ടമല്ല. അവര് പറയുന്ന മുഴുവൻ നാശകോടാലിയാന്ന. അവന്റെ ഭയങ്കര അഹങ്കാരികളാ യഹൂദന്മാര്. പിന്നെ അഹങ്കാരത്തിന്റെ ആ കൂടെ മേടിച്ച് കെട്ടുന്നത്. ചില പറയാനുണ്ട് ഞങ്ങള് യഹൂദന്മാരാണ്, അങ്ങനെ പറയുന്ന ആൾക്കാരില്ലേ? ഉണ്ട്. ഞങ്ങള് നാളൊരുത്തം പറഞ്ഞത് യഹൂദ രക്തമാണ്. പട്ടൻ യഹൂദൻ്റെ കയ്യിലിരിപ്പ് എഴുതിയിട്ടുണ്ട്. ഞാൻ ആ റെഫറൻസ് അങ്ങ് മറന്നുപോയി. തെസ്സലോനിക്ക ലേഖനത്തില യഹൂദന്മാർ ഇത്ര കൊള്ളുകയില്ലാത്ത, ഞാൻ ആ റെഫറൻസ് അങ്ങ് മറന്നുപോയി. യഹൂദൻ വായിച്ചേ. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം. യഹൂദർ കർത്താവായ യേശുവിനെയും സ്വന്തം പ്രവാചകന്മാരെയും കൊന്നവരും. എങ്ങനെയുണ്ട്? നല്ല കക്ഷികളാ. യഹൂദര് കർത്താവായ യേശുവിനെയും സ്വന്തം പ്രവാചകന്മാരെയും കൊന്നവന്മാരാ. നല്ല കക്ഷികളാ. അടുത്തത്, ഞങ്ങളെ ഓടിച്ചു കളഞ്ഞവരും. എന്ന് പറഞ്ഞ സുവിശേഷം പറയുന്നവരെ ഓടിച്ചു കളയുന്നവന്മാര്. അന്നേരം ഒരുത്തം പറയാ ഇത് യഹൂദ രക്തമാണ്. അത് ഞാനിപ്പോൾ ഇവിടെ പറയുന്നില്ല, വേറെ സ്ഥലത്ത് ഞാൻ പറഞ്ഞോളാം. സ്ഥലമൊക്കെ എനിക്കറിയാം. മോള് വായിച്ചു. ദൈവത്തെ പ്രസാദിപ്പിക്കാത്തവരും സകല മനുഷ്യർക്കും വിരോധികളും ജാതികൾ രക്ഷിക്കപ്പെടേണ്ടതിനായി ഞങ്ങൾ അവരോട് പ്രസംഗിക്കുന്നത് ഇവന്മാർക്ക് മാത്രമേ ദൈവമുള്ളൂ. ഞങ്ങളാണ് ദൈവത്തിന്റെ അടുത്ത ആൾക്കാർ. മറ്റവരാരും ഇനി അഥവാ വന്നാലും വേണ്ട. ചില സമയത്തെ ചില ആൾക്കാർ പുതുതായിട്ട് വരുന്ന പഴയ ആൾക്കാർക്ക് ഇഷ്ടമല്ല. ഇവനും പെമ്പളെ, അവന്റെ ചേട്ടനും ചേട്ടത്തി അനിയത്തി ഉപ്പാപ്പനും കൊച്ചമ്മ മൂപ്പന്, ഇവര് മാത്രം എല്ലാ ഞായറാഴ്ച വന്ന് യേശുവിന്റെ അഭയകേന്ദ്രം. പിന്നെ പുതുതായിട്ട് ഒരാൾ വരുന്നത് യവന്മാർക്ക് ഇഷ്ടമല്ല, വന്നാവട്ടെ അംഗീകരിക്കത്തുമില്ല. നമ്മുടെ ഇടയിലും ഉണ്ട് അങ്ങനെ. ഇവിടെയും കാണും. പിന്നെ കാണും. ആശു പറയുമൊന്നും വേണ്ട. ഞങ്ങൾ മതി വേറെ ആരും. യഹൂദന്റെ കയ്യിലിരിപ്പ് അങ്ങനെ. വേറൊരുത്തം വരുന്ന ഇഷ്ടമല്ല. മറ്റുള്ളവരെല്ലാം ശത്രുക്കളായിട്ടാണ് കാണുന്നത്. ഇവര് ദൈവത്തിന്റെ ജനമല്ലേ, സ്വന്തം ജനമല്ലേ. ഇതുപോലെ ശ്രേഷ്ഠജാതി വേറെ ഏതുള്ള അതിന്റെ അഹങ്കാരമൊക്കെ ഉണ്ട്. ബന്ധുക്കോസുകാർക്കും ഉണ്ട്. ദൈവം ഞങ്ങളുടെ കയ്യിലാന്ന്, ദൈവം എന്നേ ഇട്ടേച്ച് പോയതാ. വചനത്തിൽ നിന്നൊക്കെ തെളിയിക്കാനുണ്ട്. പെട്ടകം പാളയത്തിൽ വന്നപ്പോൾ ജനം അങ്ങോട്ട് ആർപ്പിട്ടു. ഭയങ്കര ആർപ്പ്. പ്രൈസ് ആൻഡ് വർഷിപ്പ്, ആരാധന, ജീസസ് എന്ന് പറഞ്ഞ് ഇവൻ കിടന്നിങ്ങനെ ആടുന്നു, മറ്റവൻ അടിക്കുന്നു, മേള ഓളിയും കൂട്ടുന്നു. ആ തീ കത്തട്ടെ, ആ തീ ഉമ്മ കിടന്ന് ചാടുക. ഉടനെ ഓളിയം കൂട്ടുന്നു, ലൈറ്റ് കേട്ടുക. ഇതൊക്കെ കാണുമ്പോൾ പെണ്ണുങ്ങൾ അളകും.
തലയിൽ ലൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കത്തുന്ന അല്ലാതെ ആത്മാവൊന്നുമല്ല. അള്ള ഇതെല്ലാം അവിടെ കൊണ്ട് ഇളകി. അപ്പൊ ഇളക്കം അങ്ങോട്ട് കൂടിയപ്പം ഫെലിസ്തർ ചോദിച്ചു, എന്നെ പതിവില്ലാത്തൊരിളക്കം. അവന് ദൈവം വന്നെന്ന് പാളയത്തിൽ. ദൈവം ആ താലൂക്കിൽ പോലും, ഞാൻ വചനത്തിൽ വായിക്കും, നിങ്ങൾ ആ വാക്യം വായിച്ചേ. അവർ പറഞ്ഞു ദൈവം വന്നെന്ന്. എവിടെ ദൈവം വന്നു? ദൈവമൊന്നും ആ താലൂക്കിൽ പോലും വന്നിട്ടില്ല. പെട്ടെന്ന് വായിച്ചേ. പതിവില്ല. ഈ മിന്തെല്ലാം കൂടെ കയറി എനിക്ക് അസ്വസ്ഥതയാ. നിങ്ങൾ ആ വാക്യം കണ്ടോ? ശാമുവേലിന്റെ 1-ാം പുസ്തകം 4-ാം അധ്യായത്തിന്റെ 4 മുതൽ അങ്ങോട്ട് വായിച്ചേ. ഓടിച്ച് സ്ഫുടമായിട്ട് വായിക്കേ. അങ്ങനെ ജനം ശീലോവിലേക്ക് ആളയച്ച് അവർ കെരൂബുകളുടെ മധ്യേ അധിവസിക്കുന്നവനായ സൈന്യങ്ങളുടെ യഹോവയുടെ നിയമപ്പെട്ടകം അവിടെ നിന്ന് കൊണ്ടുവന്നു. ഏലിയുടെ 2 പുത്രന്മാരായ ഹൊഫ്നിയും ദൈവത്തിന്റെ നിയമപ്പെട്ടകത്തോടു കൂടെ ഉണ്ടായിരുന്നു. യഹോവയുടെ നിയമപ്പെട്ടം പാളയത്തിലെത്തിയപ്പോൾ ഭൂമി കുലുങ്ങും വണ്ണം ഇസ്രായേലെല്ലാം ഉച്ചത്തിൽ ആർപ്പിട്ടു. ഫിലിസ്തീർ ആർപ്പിന്റെ ഒച്ച കേട്ടിട്ട് എബ്രായരുടെ പാളയത്തിൽ ഈ വലിയ ആർപ്പിന്റെ കാരണം എന്തെന്ന് പതിവില്ലാതെ ഒരു ആർപ്പും ബഹളമൊക്കെ. ഓളിയം കൂട്ടുന്നു, ചാടുന്നു, മറിയുന്നു, കുടിക്കാൻ വെച്ച വെള്ളം തട്ടി തൂരക്കളന്ന് മൈക്കിന്റെ സ്റ്റാൻഡ് എടുത്ത് താഴോട്ട് എറിയുന്നു. ആ തങ്ക തുള്ളി ബൈബിളിന്റെ പുറത്ത് കയറി തുള്ളുന്നു. ഭയങ്കര ബഹളം. ഇതിനെ പതിവില്ലാത്തൊരു ഇളക്കം. അടുത്തത് യഹോവയുടെ പെട്ടകം പാളയത്തിൽ വന്നിരിക്കുന്നു എന്ന് ഗ്രഹിച്ചു. ദൈവം പാളയത്തിൽ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ഭയപ്പെട്ടു. ഫെലിസ്തീർ ഭയപ്പെട്ടു. ചുമ്മാ പറയുന്ന ദൈവം ഒന്നും അങ്ങോട്ട് വന്നിട്ടില്ല. ഇവന്മാര് ചുമ്മാ പറയാ ദൈവം പാളയത്തിൽ വന്നു. ദൈവം ആ പഞ്ചായത്തിൽ പോലും വന്നിട്ടില്ല. ദൈവം ഇല്ലെന്നുള്ളതിന് തെളിവാ. ഹൊപ്നിയും ഫിനെഹാസും പട്ടുപോയി. ഏലി പുറകോട്ട് വീണ് കഴുത്തൊടങ്ങി അത്തു. 30,000 എണ്ണം പട്ടുപോയി. ദൈവം വന്നെങ്കിൽ ഇങ്ങനാണോ? ദൈവം ഒന്നും വന്നില്ല. നമ്മളും അങ്ങനെ പറഞ്ഞത് ദൈവം വന്നെന്ന്. എന്തു നീ പടല് വെട്ടിച്ചാവല്ലോ, ദൈവം വരുവോ? നിന്റെ ഞരമ്പ് തന്നെന്നല്ലാതെ എടാ, ദൈവം പാളയത്തിൽ വരണമെങ്കിൽ അതിന് പ്രമാണമുണ്ട്. യഹോവയാകുന്ന ഞാൻ നിന്റെ പാളയത്തിലോട്ട് വരും. ഞാൻ പാളയത്തിൽ വന്ന 2 കാര്യത്തിനാ. 1, നിന്നെ രക്ഷിക്കാൻ. 2, ശത്രുക്കളെ കീഴടക്കാൻ. അങ്ങനെ പാളയത്തിലോട്ട് ഞാൻ എഴുന്നള്ളി വരുമ്പോൾ നിന്റെ പാളയം വെടിപ്പുള്ളതായിരിക്കണം. നിന്റെ പാളയത്തിൽ വല്ല വൃത്തികേടും കണ്ടാൽ ഞാൻ നിന്റെ പാളയത്തിൽ കയറുകയെന്ന പുസ്തകത്തിലെ വാക്യം 23:14 വായിച്ചേ. ആവർത്തനം. രക്ഷിക്കുവാനും ശത്രുക്കളെ നിനക്ക് ഏൽപ്പിച്ചു തരുവാനും നിന്റെ പാളയത്തിന്റെ മധ്യ നടക്കുന്നു. നിന്റെ പാളയത്തിന്റെ മധ്യ ദൈവം നടക്കുന്നു. അടുത്തത് നിങ്ങൾ വൃത്തികേട് കണ്ടിട്ട് വല്ലതും കണ്ടിട്ട് അവിടെ നിന്ന് നിന്നെ വിട്ടകലാതിരിക്കുവാൻ പാളയം ശുദ്ധിയുള്ളതായിരിക്കണം. നിങ്ങൾ വൃത്തികേട് കണ്ടിട്ട് അവിടെ നിന്ന് നിന്നെ വിട്ടകലാതിരിക്കുവാൻ. വൃത്തികേട് കണ്ടിട്ട് അവൻ നിന്നെ വിട്ടകലാതിരിക്കുവാൻ. നന്നായിട്ട് വായിച്ചേ. അവൻ നിന്നെ വിട്ടകലാതിരിക്കുവാൻ. ഒന്നുകൂടെ വായിച്ചേ. അവൻ നിന്നെ വിട്ടകലാതിരിക്കുവാൻ. നിങ്ങൾ വൃത്തികേട് കണ്ടിട്ട് അവൻ നിന്നെ വിട്ടകലാതിരിപ്പാൻ. പാളയം ശുദ്ധിയുള്ളതായിരിക്കും. പാളയം വെടിപ്പായിരിക്കണമെന്ന്. പാളയത്തിനകത്ത് വേറൊന്നും കാണരുത്. ഇത് സകല കോടാലിയും പാളയത്തിലുണ്ട്. എന്നിട്ട് നമ്മൾ ഞായറാഴ്ച കിടന്ന് തുള്ളുക, ദൈവം വന്നേ ദൈവം പറഞ്ഞ് ഞാൻ അടുത്ത കാലത്ത് അങ്ങോട്ടൊന്നും വന്നിട്ടില്ല. തന്നെയല്ലേ ഇനി ഉടനെ വരാനോട്ട് ആഗ്രഹിക്കുന്നു. ഞാൻ വിവരിക്കുന്നില്ല, സമയമായി, നിർത്തിയേക്കട്ടെ. ഒന്നും ആയില്ല, എന്നാലും അങ്ങ് നിർത്താം. ദൈവത്തിന് മഹത്വം. ദൈവം പാളയത്തിൽ വരണമെങ്കിൽ പ്രമാണമാണ്. അപ്പൊ യഹൂദനൊരു അഹങ്കാരമുണ്ട്. ദൈവം ഞങ്ങളുടെതാ, മറ്റുള്ളവരെ ആരെയും അംഗീകരിക്കത്തില്ല. ഈ ആത്മീക ലോകത്ത് കൊണ്ട് ചിലരെ അംഗീകരിക്കും. ഇവർക്കങ്ങ് വിശുദ്ധി കൂടി, അതുകൊണ്ട് മറ്റുള്ളവരോട് ഇഷ്ടമല്ല. ചില ആൾക്കാർ നിങ്ങൾ വിശുദ്ധി കൂടി മിണ്ടത്ത് പോലുമില്ല. മിണ്ടുകയല്ല അവര്, വിശുദ്ധി അങ്ങ് കൂടി കണ്ടമാനം കൂടിയിട്ട് നമ്മൾ ചോദിക്കുക എന്തുകൊണ്ട് വിശേഷം? സ്തോത്രം. ഈ
എന്റെ ഭാഷ പറഞ്ഞതെല്ലാം മൂരാച്ചികളാ. ചിലക്കങ്ങ് വിശുദ്ധി കൂടി ഞങ്ങളാണ് ഏറ്റവും ടോപ്പ്. യഹൂദനും അങ്ങനെയൊക്കെ ഉണ്ട്. ദൈവം ഞങ്ങളുടേതാണ് ദൈവം. മറ്റുള്ളവരെ ആരും അവർ അംഗീകരിക്കുന്നില്ല, ശത്രുക്കളായിട്ടാണ് കാണുന്നത്. അല്ല, ശത്രുത്വം ഇല്ലാതാക്കി ക്രൂശിൽ ഇരുപക്ഷം എന്ന് പറഞ്ഞാൽ ആ ഇരുപക്ഷം യഹൂദനും ജാതികളും യവനന്മാര്. അതാ ശത്രുത്വം എന്നുള്ളത് ന്യായപ്രമാണമാണ്. ശത്രുത്വം ന്യായപ്രമാണത്തിന്റെ ഒരു രീതി. യഹൂദനെ അങ്ങ് അനുഗ്രഹിക്കും, ബാക്കി മുഴുവൻ ആൾക്കാരെ നിന്നങ്ങ് പിരയാകും. ഇതാണ് ന്യായപ്രമാണം. യഹൂദനെ നോക്കി വെച്ച് പറയും, പട്ടണത്തിൽ നീ അനുഗ്രഹിക്കപ്പെടും, വയലിൽ നീ അനുഗ്രഹിക്കപ്പെടും, നിന്റെ മാവ് കടയ്ക്കുന്ന തൊട്ടിയും കൊട്ടയും മട്ടിയും എല്ലാം അനുഗ്രഹിക്കപ്പെടും, നിന്റെ കന്നുകാലികളുടെ പേരും ആടുകളുടെ പുറപ്പും എല്ലാം അനുഗ്രഹിക്കപ്പെടും. ശത്രു ഒരു വഴി കടന്നു വരും, 7 വഴി ചിതറിപ്പോകും. യഹൂദനോടാ, ആ തേനീച്ച പോലെ വരുന്ന വൈരിയെ മുൾത്തി പോലെ ദൈവം കെടുത്തിക്കളയും, നിന്റെ ഗർഭഫലവും എല്ലാം അനുഗ്രഹിക്കപ്പെടും. ഇതൊക്കെയാ യഹൂദനെ നോക്കി പറയാൻ. നേരെ തിരിഞ്ഞേച്ച് നമ്മളെ, പട്ടണത്തിൽ നിന്നെ വണ്ടി ഇടിക്കും, വയലിൽ നീ ഏറിനകത്ത് താന്നു പോകുന്നങ്ങ് നമ്മളെ നോക്കി പിരാകുക. ന്യായപ്രമാണമേ. നിന്റെ കുഞ്ഞുങ്ങളെല്ലാം കാലാപ്പുറ തല്ലിപ്പോവും, ഒരെണ്ണം പോലും ഗതിയും ഗത്യന്തരമില്ലാതെ തെണ്ടി നടക്കും. നമ്മളെ നോക്കി ഇതാ പിരാകുന്നേ. പിരാക്ക ന്യായപ്രമാണം. കൊല്ലുന്ന ശുശ്രൂഷയാ. കല്ലുകളിൽ വരച്ചതാം ചാവിൻ ശുശ്രൂഷയ്ക്കുള്ളിൽ ഇരുന്ന ഈ നമ്മെ, കല്ലുകളിൽ വരച്ചതാം ചാവിൻ ശുശ്രൂഷയ്ക്കുള്ളിൽ ഇരുന്ന ഈ നമ്മെ, അല്ലൽ കൂടാതെ തന്റെ തുല്യ ഇല്ലാത്തതയെ, അല്ലൽ കൂടാതെ തന്റെ തുല്യ ഇല്ലാത്തതയ്ക്കുള്ളിൽ കണ്ടെത്തി പൂത്തു ഉള്ളം പകർന്നവന്റെ ഭജന സമാജമേ, നിങ്ങളജം ജീവ നാഥനെ സ്തുതിപ്പി, നിങ്ങളജം ജീവ നാഥനെ സ്തുതിപ്പി. ദൈവത്തെ സ്തുതിക്ക്. അപ്പൊ ഈ ന്യായപ്രമാണമായ ശത്രുത്വം, സ്തോത്രം. ആ ശത്രുക്കളാകുന്ന നമ്മളെ ആ ദൂരസ്ഥരെന്ന് പറഞ്ഞാൽ ജാതികളാ. അങ്ങോട്ടൊന്നും അടുക്കാനൊക്കത്തില്ല. അവിടെ പ്രാകാരമുണ്ട്, വിശുദ്ധ സ്ഥലമുണ്ട്, അതിപരിശുദ്ധ സ്ഥലമുണ്ട്. അവിടെ ഒട്ടൊന്നും നമുക്ക് അടുക്കാനൊക്കുകയില്ല. നമ്മൾ ദൂരസ്ഥരാ, ദൂരെ നിന്നോണം. പണ്ട് കാലത്ത് കേരളത്തിലുമൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. വലിയ തമ്പുരാക്കന്മാരുടെ വീട്ടിലൊന്നും ചെന്ന് കയറാനൊക്കത്തില്ല. ഇപ്പോഴും ചിലയിടത്തൊന്നും കയറ്റി, ചിലയിടത്തല്ലല്ലോ, മിക്കയിടത്തും കയറ്റുന്നില്ലല്ലോ. കയറ്റണം എന്നൊക്കെ പറഞ്ഞല്ലേ ബഹളം ഉണ്ടാക്കുന്നേ. ചെല്ലു പറഞ്ഞ് ഞാൻ ഒരു ദിവസം കയറുമെന്നും പറഞ്ഞ് പാടി നടക്കുന്നുണ്ട്. ഒരു ദിവസം ഞാൻ പോകും, മിക്കവാറും കയറുകയും ചെയ്യും. ചെന്ന് മിക്കവാറും മനസ്സിലായോ? അല്ല മേടിക്കരുത്. എല്ലായിടത്തും ഒന്നും ചെല്ലാനൊക്കത്തില്ലെന്ന്. ദൂരസ്ഥരാ, അടുക്കാനൊക്കത്തില്ല. പണ്ട് കാലത്ത് അങ്ങനെ തമ്പുരാക്കന്മാരുടെ വീട്ടിലൊന്നും അയിത്തമുള്ള കാലത്തൊന്നും കയറാനൊക്കത്തില്ല. ചോറ് പോലും പാത്രത്തിൽ കൊടുക്കല്ല. മുറ്റത്ത് കുഴി കുഴിച്ചു കുഴിക്കകത്ത് ഇല കോട്ടി അതിനകത്താണ് കഞ്ഞി കൊടുക്കുന്നത്. ഒക്കെ കുടിച്ച പിതാക്കന്മാരുണ്ടായിരുന്നു, പറഞ്ഞും കേട്ടിട്ടുണ്ട്. അടുക്കാനൊക്കത്തില്ല, കയറാനൊക്കത്തില്ല. അതിന് മാറ്റം വരുത്തിയത് സുവിശേഷം വന്നത് കൊണ്ടാണ്. നിങ്ങൾക്ക് വല്ല ബോധമുണ്ടോ? സുവിശേഷം വന്നത് കൊണ്ടാണ്. തേച്ച് കുളിപ്പിച്ച് സോപ്പും ഒക്കെ ഇട്ട് തേച്ച് കുളിപ്പിച്ച് ഭക്ഷണം തന്ന്, വസ്ത്രം തന്ന്, വിദ്യാഭ്യാസവും തന്ന് അന്തസ്സായിട്ട് ജീവിക്കാൻ ഇടയാക്കിയത് സുവിശേഷം വന്നത് കൊണ്ടാണ്. അല്ല, നീ മുളവടിയായിട്ട് ഇങ്ങനെ നടന്നാലൊന്നും. മനസ്സിലാകുന്നുണ്ടാവല്ലോ. കല്ലമുളകിട്ട് കറക്കാവില്ലോ, കാര്യം നടക്കുമോ? സുവിശേഷം വന്നത് കൊണ്ടാണ്. അന്തസ്സായിട്ട് ജീവിക്കാനും ഇടപെടാനും പഠിപ്പിച്ചത് സുവിശേഷമാണ്. ആ ഭാഗത്തേക്കൊന്നും ഇപ്പം ഞാൻ പോകുന്നില്ല. ദൈവത്തിന് മഹത്വം. ഇത് നമ്മൾ ദൂരസ്ഥരായിരുന്നു, അടുക്കാനൊക്കത്തില്ലായിരുന്നു. ദൂരസ്ഥരാ. ആ ദൂരസ്ഥരാകുന്ന സമീപസ്ഥരാരാ? സമീപസ്ഥരെ യഹൂദന്മാർ. അവർക്കപ്പോൾ വേണേലും ചെല്ലാം, അവർക്ക് ചെല്ലാം.
പള്ളിയുടെ അവിടെ ചെല്ലാം, പരിസരത്തും ചെല്ലാം, പ്രാകാരത്തിലുമൊക്കെ ചെല്ലാം. പുരോഹിതന്മാർക്കൊക്കെ അവിടെ വിശുദ്ധ സ്ഥലത്തും മഹാപുരോഹിതൻ ആണ്ടിലൊരിക്കൽ അകത്തോട്ടും ഒക്കെ കയറാം. അവർക്ക് ചെല്ലാം, നമുക്കൊന്നും ചെല്ലാം, അടുക്കാനൊക്കത്തില്ല, ദൂരസ്ഥല. പക്ഷേ ഈ ക്രൂശിൽ വെച്ച് ആ ശത്രുത്വം ഇല്ലാതാക്കി. ദൂരസ്ഥരായിരുന്ന, ശത്രുക്കളായിരുന്ന, അന്യപ്പെട്ട് കിടന്ന എനിക്ക് നിങ്ങൾക്കും ആമേൻ സമീപസ്ഥരാക്കി തീർത്തതാണ് ക്രൂശ്. സ്തോത്രം, സ്തോത്രം. ആ ക്രൂശിൽ എന്തൊക്കെ നമുക്ക് യേശുവിന്റെ ക്രൂശിലെ മരണത്താൽ എന്തൊക്കെ സംഭവിച്ചു? പ്രധാനമായിട്ട് ക്രൂശിലെ മരണത്താൽ നമ്മളെ നിരപ്പിച്ചു. നിരപ്പിന്റെ ശുശ്രൂഷയാണ്. ആ കൊലോസ് ലേഖനം 1:21 മുതൽ വായിച്ചേ. മുൻപേ ദുഷ്പ്രവൃത്തികളാൽ മനസ്സുകൊണ്ട് അകന്നവരും ശത്രുക്കളുമായിരുന്ന നിങ്ങളെ അവന്റെ മുൻപിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് അവൻ ഇപ്പോൾ തന്റെ ജഡശരീരത്തിൽ തന്റെ മരണത്താൽ നിരപ്പിച്ചു. അത് ക്രൂശിലാണ് നിരപ്പിച്ചത്. നിരപ്പിൻ ശുശ്രൂഷയാൽ താതനോടൊന്നാക്കുവാൻ വേർപാടിന്റെ നടുച്ചുവർ ഇടിച്ചുവല്ലോ. നിരപ്പിൻ ശുശ്രൂഷയാൽ താതനോടൊന്നാക്കുവാൻ വേർപാടിന്റെ നടുച്ചുവർ ഇടിച്ചുവല്ലോ. സ്വയമതിലില്ല ഭയമതിലില്ല, സ്വയമതിലില്ല ഭയമതിലില്ല. ഓ താതൻ തൻ വിധത്തെ തികപ്പതിനായി സ്വയമതിലില്ല ഭയമതിലില്ല. താതൻ തൻ വിധത്തെ തികപ്പതിനായി യേശുവെ ഞാൻ കണ്ടിടുന്നു. കൺമണി പോലെന്നെ കാക്കുന്നതായി കൃപയിൻ നിറവായി കരുണാമയനായി കാരുണ്യവാനായി രക്ഷകനായി. ഓ കൃപയിൻ നിറവായി കരുണാമയനായി കാരുണ്യവാനായി രക്ഷകനായി. ഇരുപക്ഷത്തെയും നിരപ്പിച്ചെന്ന്. അപ്പൊ ആ ക്രൂശിൽ പ്രശംസിപ്പാനുള്ള ഒന്നാമത്തെ കാരണം ക്രൂശിൽ അവിടുന്ന് രക്തം ചൊരിഞ്ഞു. രണ്ടാമത്തെ കാര്യം ക്രൂശിൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി നമ്മളെ നിരപ്പിച്ചു. ആ നിരപ്പിച്ച നമുക്ക് എന്തൊക്കെ ലഭിച്ചെന്നുള്ളതാ. എന്തൊക്കെ എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിലതാണല്ലോ. ആ 2:13 വായിച്ചേ. 13 വായിച്ചേ. എഫേസ്യർ 2:13. എന്തെല്ലാം കൂടെ കയറി പരിവക്കാണ്. മുൻപേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തു യേശുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായി. ക്രൂശിൽ നിരപ്പിച്ചത് കൊണ്ട് നമ്മൾ സമീപസ്ഥരായി. അതാ സമീപസ്ഥരായി. ദൂരെയായിരുന്ന സ്ഥാനം ഇപ്പൊ നമുക്ക് സമീപസ്ഥരാക്കി തീർത്തു. 15-ാം വാക്യത്തിൽ വായിച്ചേ. 2:15. നടിച്ചവർ ഇടിച്ചു കളഞ്ഞ് സമാധാനം ഉണ്ടാക്കി. അത് ഈ നിരപ്പിന്റെ ശുശ്രൂഷയിൽ സംഭവിച്ചത്. 1 സമീപസ്ഥരാക്കി, 2 സമാധാനം ഉണ്ടാക്കി. എല്ലാം ഞാൻ വിവരിക്കുന്നില്ല, പറഞ്ഞങ്ങ് വിടുക. സമാധാനം ഉണ്ടാക്കി. ഇനി 14-ാം വാക്യം. അവൻ നമ്മുടെ സമാധാനം, അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം. അടുത്ത 3 ശത്രുത ഇല്ലാതാക്കി. ശത്രുത തീർത്തു. 14-ാം വാക്യം ഒന്നുകൂടെ വായിച്ചു. അവൻ നമ്മുടെ സമാധാനം, അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം തന്റെ ജഡത്താൽ നീക്കി വേർപാടിനെ നടിച്ചവർ ഇടിച്ചു. 3, 4 വേർപാടിനെ നടിച്ചുവർ ഇടിച്ചു. അതിങ്ങനെ കെട്ടിവെച്ചേക്കാരൻ അങ്ങോട്ട് കയറാതിരിക്കുക. ഒറ്റ ഇടി. ക്രൂശിൽ രക്തം ചൊരിഞ്ഞപ്പം ഇടിച്ച് തകർത്തേച്ച് നമ്മൾ കയറാൻ പറഞ്ഞകത്തോട്ട്. ധൈര്യത്തോടെ അടുത്ത് വാ. 15-ാം വാക്യം വായിച്ചേ. സമാധാനം ഉണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും. ഇപ്പൊ പക്ഷമൊന്നുമില്ല, പക്ഷം നിർത്തി. മറ്റേത് പക്ഷമായിരുന്നു, വെളുത്ത പക്ഷം കറുത്ത പക്ഷം. ഇപ്പൊ അതെല്ലാം മാറ്റി, പക്ഷമല്ല. ഇല്ല, വിവരിക്കുന്നില്ല, ഞാൻ നിർത്തുക. 15-ാം വാക്യത്തിലുണ്ട് പുതിയ മനുഷ്യനാക്കി, ഇല്ലേ? പുതിയ മനുഷ്യനാക്കി. 18-ാം വാക്യം പിതാവിങ്കിലേക്ക് പ്രവേശനവും തന്നു. ഇതാണ് ക്രൂശിൽ നടന്നത്. അപ്പോൾ ഒരു ദൈവപൈതൽ ക്രൂശിൽ പ്രശംസിപ്പാൻ, ഒന്ന് ആമേൻ സ്തോത്രം, ക്രൂശിൽ പ്രശംസിപ്പാനുള്ള കാര്യം ക്രൂശിൽ രക്തം ചൊരിഞ്ഞു. 2 ക്രൂശിൽ വെച്ച് ശത്രുത്വം
ഇല്ലാതാക്കി. 4 കാര്യം. 3 ഇനി ഓടിച്ച് പറയാം. ക്രൂശിൽ പ്രശംസിപ്പാൻ കാരണം നമുക്ക് വിരോധവും അത് വിരോധമായ കൈയെടുത്ത് ക്രൂശിൽ തറച്ചു. 2:14 കൊലോസ്യർ 2:14 പെട്ടെന്ന് വായിച്ചു. 2:14 കൊലോസ്യ ലേഖനം 2:14. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലമായിരുന്ന കൈയെഴുത്തും മായിച്ച് ക്രൂശിൽ തറച്ച് കളഞ്ഞു. ദൈവത്തിൽ വിരോധവും പ്രതികൂലവും വിരോധവുമായ കൈയെടുത്ത്. വിരോധം എന്നതാ? പ്രതികൂലമായിരുന്നെന്ന്. ആ വിരോധം എന്നാന്ന് ചോദിച്ചാൽ പാപിയായിരുന്നെന്ന്. നമ്മളെ നോക്കുന്ന പാപിയായിട്ട. അതാ വിരോധം, പാപി. പ്രതികൂലം എന്ന് പറഞ്ഞാൽ ശിക്ഷാവിധി. വിരോധം നമ്മൾ പാപികള്, പ്രതികൂലം നമുക്ക് ശിക്ഷാവിധിയാണ്. യേശു ഇത് രണ്ടും ക്രൂശിൽ വഹിച്ചു. എല്ലാ വാക്യങ്ങളും എടുപ്പിക്കാൻ നേരമില്ല. പത്രോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 22 മുതൽ 24 വരെ വായിച്ചേ. ആമേൻ, സ്തോത്രം. പാപി എന്നുള്ളതും ശിക്ഷാവിധിയും എല്ലാം അവിടുന്ന് ക്രൂശിൽ നമുക്ക് വേണ്ടി. അവൻ പാപം ചെയ്തിട്ടില്ല, അവന്റെ വായിൽ വഞ്ചന ഒന്നും ഉണ്ടായിരുന്നില്ല. തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറയാതെയും ന്യായമായി വിധിക്കുന്നവെങ്കിൽ കാര്യം ഫലമേൽപ്പിക്കത്രേ ചെയ്തത്. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവന്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ദൈവത്തിന് മഹത്വം. തെറ്റിയുഴലുന്ന നമ്മുടെ ശാപവും പാപവും സകലതും അവിടുന്ന് ക്രൂശിൽ വഹിച്ചു. അതുകൊണ്ടാണ് നാം ക്രൂശിൽ പ്രശംസിക്കുന്നത്. ഇന്ന് രാത്രി നീ അത് വിശ്വസിക്ക്. നിനക്ക് രോഗശാന്തിയും സമാധാനവും ആശ്വാസവും തരുവാൻ യേശു വിശ്വസ്തൻ. സ്തോത്രം. 1 ക്രൂശിൽ രക്തം ചൊരിഞ്ഞു. 2 ക്രൂശിൽ വെച്ച് ശത്രുത ഇല്ലാതാക്കി. 3 വിരോധമായ കൈയെടുത്ത് ക്രൂശിൽ തറച്ചു. അതുകൊണ്ട് ആ ക്രൂശിൽ പ്രശംസിക്കുന്നത്. ഒരു കാര്യം കൂടെ പറഞ്ഞങ്ങ് നിർത്തുക, വിവരിക്കുന്നില്ല. 4 ക്രൂശിൽ പ്രശംസിപ്പാൻ കാരണം ആ കൊലോസ്യ ലേഖനം 2:15 ഒന്ന് വായിച്ചേര്. ക്രൂശിൽ പ്രശംസിപ്പാൻ കാരണം കൊലോസ്യർ 2:15. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടിയത് ക്രൂശിലാ. അതുകൊണ്ടാണ് നാം ക്രൂശിൽ പ്രശംസിക്കുന്നത്. ദൈവത്തിന്റെ പൈതലേ, യേശു ക്രൂശിൽ ജയോത്സവം കൊണ്ടായി. എന്തോ ജയോത്സവം. ആ ജയോത്സവം കൊണ്ടാടിയത് ക്രൂശിൽ വെച്ച് പിശാചിന്റെ ആയുധവർഗത്തെ വെപ്പിച്ചു. ആയുധവന്റെ മരണം അവിടെ വെപ്പിച്ചു. സ്തോത്രം. ആയുധവർഗം എന്ന് പറഞ്ഞാൽ ആ മരണമാ. ഞാൻ വ്യാഖ്യാനിക്കാനൊന്നും പോകുന്നില്ല. ന്യായാധിപന്മാരുടെ പുസ്തകമൊക്കെ എടുത്ത് വ്യാഖ്യാനിക്കേണ്ടതാ. അതിനിന്ന് മുതിരുന്നില്ല. ദൈവത്തിന്റെ മഹത്വം. ക്രൂശിൽ ആമേൻ, സ്തോത്രം. ആയുധവർഗം മരണം അത് അവിടെ വെപ്പിച്ചു. നമുക്ക് ജയം തന്നു. സ്തോത്രം. ഇപ്പം നമുക്ക് ജയമാ. ആ ജയത്തെ പറ്റിയാണ് വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. വെളിപ്പാട് പുസ്തകം 12:11. ആ ജയം എന്തോ ജയമാ. ക്രൂശിൽ നമുക്ക് പ്രശംസിപ്പാൻ കാരണം 12. അവനെ കുഞ്ഞാട് രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചന ഹേതുവായിട്ടും ജയിച്ചു എന്ന് പറഞ്ഞാൽ ക്രൂശിൽ രക്തം ചൊരിഞ്ഞു. ആ രക്തത്താൽ നമുക്ക് ജയമുണ്ട്. ക്രൂശിൽ വെച്ച് ജയോത്സവം കൊണ്ടാണ്. ആ ജയോത്സവം എന്തുവാ? യേശുവിന്റെ രക്തത്താൽ. നമുക്ക് എന്തിന്റെ മേലൊക്കെയാ ജയം? വാക്യങ്ങൾ എടുത്തു വായിപ്പിക്കുന്നില്ല. 1 സാത്താന്റെ മേൽ ജയം. സാത്താൻ നിങ്ങളെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ അപ്പൊ സാത്താന്റെ മേൽ ജയം. കൊരിന്ത്യർ ലേഖനം 9:27 പഠിച്ചാൽ ജഡത്തിന്റെ മേൽ നമുക്ക് ജയം. സ്തോത്രം. 3 ദ്രവ്യാഗ്രഹത്തിന്റെ മേൽ ജയം. അത് ഞാനങ്ങ് പറഞ്ഞു വിടുക, വ്യാഖ്യാനിക്കുന്നില്ല, സമയം പോയത് കൊണ്ടാ. ദ്രവ്യാഗ്രഹത്തിന്റെ മേൽ ജയം. സ്തോത്രം. 4 മരണത്തിന്റെ മേൽ ജയം. അതൊന്ന് വായിച്ചങ്ങ് നിർത്തിയേക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായത്തിന്റെ 26 ഒന്ന് വായിച്ചു. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15:26. പെട്ടെന്ന്. ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോകും. നീങ്ങിപ്പോകും. സകലത്തെയും അവന്റെ കാൽ കീഴാക്കിയിരിക്കുന്നു. ഞാൻ വിവരിക്കുന്നില്ല. കർത്താവിന് മഹത്വം. നമുക്ക് ക്രൂശിൽ പ്രശംസിപ്പാൻ കാരണം ക്രൂശിൽ ജയോത്സവം കൊണ്ടാടി. യേശുവിന്റെ തിരുമരണത്താൽ എനിക്കും നിങ്ങൾക്കും ജയമുണ്ട്. എങ്ങനെ ജയം? അവിടുത്തെ പരിശുദ്ധ രക്തത്താൽ ജയമുണ്ട്. മാത്രമല്ല മരണത്തിന്റെ മേൽ നമുക്ക് ജയമുണ്ട്.
ദൈവത്തിന്റെ മഹത്വം. ഹേ മരണമേ നിന്റെ ജയം എവിടെ? ഹേ മരണമേ നിന്റെ വിഷമുള്ളവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം നമ്മുടെ കർത്താവാകുന്ന യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം. ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞ് കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരുമാകുവി. നമുക്ക് ക്രൂശിൽ പ്രശംസിപ്പാൻ കാരണം നിരവധിയാ. ഒന്ന്, അവിടുന്ന് ക്രൂശിൽ രക്തം ചൊരിഞ്ഞു. രണ്ട്, ക്രൂശിൽ ശത്രുത്വത ഇല്ലാതാക്കി. മൂന്ന്, വിരോധമായതിനെ ക്രൂശിൽ തറച്ചു. നാല്, ക്രൂശിന്മേൽ നമുക്ക് ജയോത്സവമുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി എനിക്ക് നിനക്കും വല്ലതും പുകിടാനുണ്ട്. കാൽവരി ക്രൂശില, ആ കാൽവരി ക്രൂശിലേക്ക് ഇന്ന് രാത്രി കൺകൾ ഉയർത്ത്. ആമേ, പാപത്തിന്റെ പരിഹാരം വരുത്തുവാൻ, രോഗത്തെ സൗഖ്യമാക്കുവാൻ, നിനക്കും എനിക്ക് സമാധാനം തരുവാൻ ഒരുവൻ നമുക്ക് വേണ്ടി കാൽവരിയിൽ ജീവനെ തന്നു. ആ നസറയനാകുന്ന യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് വിശ്വസ്തരും വിശുദ്ധരുമായി ജീവിക്കുവാൻ ഇന്ന് രാത്രി ഒരിക്കൽ കൂടെ സമർപ്പിക്കാം. ആമേ, കരമുയർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. മൊത്തം പാടുന്നില്ല, ഒരു വരിയെ പാടുന്നുള്ളൂ. കാൽവരി ക്രൂശിൽ കാണും സ്നേഹത്തിൻ പൂർണ്ണത, ശത്രുവായ എന്നെ ദൈവം മിത്രമാക്കിയേ. കാൽവരി ക്രൂശിൽ കാണും സ്നേഹത്തിൻ പൂർണ്ണത, ശത്രുവായ എന്നെ ദൈവം മിത്രമാക്കിയേ. രക്തവും ചിന്തി യേശു എന്നെ രക്ഷിപ്പാനായി, ഈ സ്നേഹത്തോരുപൻ ആത്മസ്നേഹിതൻ. രക്തവും ചിന്തി യേശു എന്നെ രക്ഷിപ്പാനായി, ഈ സ്നേഹസ്വരൂപൻ ആത്മസ്നേഹിതൻ. ഓ ദുഃഖത്തിൽ ആശ്വാസമായി, രോഗത്തിൽ എൻ സൗഖ്യമായി, ഓരോ വിപത്തുകളിൽ എന്നെ താൻ ശാശ്വത ഭുജങ്ങളാൽ മറോടണച്ചിടും, ഈ സ്നേഹസ്വരൂപൻ ആത്മസ്നേഹിതൻ. ശാശ്വത ഭുജങ്ങളാൽ മറോടണച്ചിടും, ഈ സ്നേഹസ്വരൂപൻ ആത്മസ്നേഹിതൻ. ഈ സ്നേഹസ്വരൂപൻ ആത്മസ്നേഹിതൻ. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം.